Hi, good evening. Welcome to the Super Questions. First of all, I introduce myself. I am Sajo, one of the chemistry faculty, Brilliant Studies Center, Pala. നമ്മൾ ഇന്നൊരു 3 ചാപ്റ്റർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെൻറ്റ്സ്, അതുപോലെ തന്നെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്, അതുപോലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന 3 ചാപ്റ്ററാണ് നമ്മളിന്ന് സെലക്ട് ചെയ്തിരിക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്റർ തന്നെയാണ്. ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് അയോൺ ഈസ് കളർലെസ് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ട്രാൻസിഷൻ മെറ്റൽ അയോൺ കളേഡ് ആകാനുള്ള റീസൺ എന്ന് പറയുന്നത് ഡി ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനനാണ്. അപ്പോൾ ഈ ഡി ട്രാൻസിഷൻ പോസിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ കളേഡ് ആയിരിക്കും. ഡി ട്രാൻസിഷൻ ആബ്സെൻ്റ് ആണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അവർ കളർലെസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ ഡി ട്രാൻസിഷൻ ആബ്സെൻ്റ് ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഡി ട്രാൻസിഷൻ ആബ്സെൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ കളർലെസ് ആയിരിക്കും. ജനറലായിട്ട് നമുക്ക് പറയുമ്പോൾ 2 കേസുകളിൽ ഡി ട്രാൻസിഷൻ എല്ലാ കേസുകളിലും ആബ്സെൻ്റ് ആയിരിക്കും. അത് D0 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോഴും D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോഴുമാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ D0യോ D10 ആണെങ്കിൽ ഡി ട്രാൻസിഷൻ സാധാരണഗതിയിൽ ആബ്സെൻ്റ് ആയിരിക്കും. D0 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം താഴെ നിന്ന് മേളിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ ഇലക്ട്രോൺ ഇല്ല എന്നുള്ളതാണ്. ഡി ഓർബിറ്റിൽ ഡിഫറെൻറ്റ് എനർജി ലെവലുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിന് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് അറിയപ്പെടും. അത് നമ്മൾ പഠിക്കുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അവിടെ ഡിഫറെൻറ്റ് എനർജി ലെവലുകളായിട്ട് ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ D0 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ എനർജി കുറവുള്ള ഡി ഓർബിറ്റിൽ നിന്ന് എനർജി കൂടുതലുള്ള ഡി ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് അവിടെ ഡി ട്രാൻസിഷൻ ആബ്സെൻ്റ് ആണ്. ഇനി D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നാൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ ഡി ഓർബിറ്റൽസും കംപ്ലീറ്റ്ലി ഫിൽഡ് ആകും. കംപ്ലീറ്റ്ലി ഫിൽഡ് ആകുമ്പോഴും താഴെ നിന്ന് മേളിലേക്ക് എക്സൈറ്റ് ചെയ്താലും മേളിൽ ചെല്ലുമ്പോൾ ഇരിക്കാൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഡി ട്രാൻസിഷൻ അവിടെയും ആബ്സെൻ്റ് ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കാം, D0യോ D10 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്കിൽ അവർ സാധാരണഗതിയിൽ കളർലെസ് ആയിരിക്കും. ബാക്കിയുള്ള കേസുകളിലൊക്കെ ഡി ട്രാൻസിഷൻ പോസിബിൾ ആയിരിക്കും. അവരൊക്കെ കളേഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടൈറ്റാനിയം 3+ ആണ്. ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാമെങ്കിൽ മാത്രമേ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. ടൈറ്റാനിയത്തിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്കാൻഡിയം ടൈറ്റാനിയം ആണല്ലോ. ഡി ബ്ലോക്കിലെ രണ്ടാമത്തെ എലമെന്റ് ആണ്. 3d2 എന്നുള്ളതാണ് ടൈറ്റാനിയത്തിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഇപ്പോൾ ഇവിടെ ടൈറ്റാനിയം 3+ ആണെങ്കിൽ 3 പോസിറ്റീവ് ചാർജ് കിട്ടാൻ 3 ഇലക്ട്രോൺസ് ലോസ് ചെയ്യണം. അപ്പോൾ ഏറ്റവും പുറമേ നിന്നാണ് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുക. ഇവിടുന്ന് 2 ഇലക്ട്രോണും ഇവിടുന്ന് 1 ഇലക്ട്രോണും കൂടെ ചേർന്ന് ഇലക്ട്രോൺസ് 3 പേര് പോയി കഴിഞ്ഞാൽ ദാറ്റ് ബിക്കം 3d1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ സംബന്ധിച്ച് D1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഡി ട്രാൻസിഷൻ പോസിബിൾ ആണ്. അത് കളേഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. കാരണം ഈ ഓപ്ഷൻസിൻ്റെ അകത്ത് ഒരെണ്ണം കളേഡ് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ അവിടെ നെഗ്ലക്ട് ചെയ്യാം. ഇനി സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരാം. സെക്കൻഡ് ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഒരാൾ സ്കാൻഡിയം 3+ ആണ്. സ്കാൻഡിയത്തിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3d14s2 ആണ്. ഫസ്റ്റ് മെമ്പർ ആണ്. ഡി ബ്ലോക്കിലെ 3D സീരീസിലെ ഫസ്റ്റ് മെമ്പർ ആണ്. സോ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d14s2 ആണ്. ഇവിടെ തന്നിരിക്കുന്നത് സ്കാൻഡിയം 3+ ആണ്. സ്കാൻഡിയം 3+ ആകണമെങ്കിൽ 3 പോസിറ്റീവ് ചാർജ് കിട്ടണമെങ്കിൽ 3 ഇലക്ട്രോൺസ് ലോസ് ചെയ്യണം. ഇവിടുന്ന് 2ഉം ഇവിടുന്ന് 1ഉം കൂടെ ചേർന്ന് 3 ഇലക്ട്രോൺ പോയാൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d04s0 എന്ന് വരും. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും D0 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. D0 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ ഡി ട്രാൻസിഷൻ ആബ്സെൻ്റ് ആണ്. ഡി ട്രാൻസിഷൻ ആബ്സെൻ്റ് ആണെങ്കിൽ അത് കളർലെസ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആൾ കളർലെസ് ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഓപ്ഷന്റെ കൂടെ തന്നിരിക്കുന്ന രണ്ടാമത്തെ ആളെ കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സിങ്ക് 2+. സിങ്കിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d10 ആണ്. 3d10 ആണ്. ഇവിടെ സിങ്ക് 2+ ആണ് തന്നിരിക്കുന്നത്. 2 പോസിറ്റീവ് ചാർജ് കിട്ടണമെങ്കിൽ 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടാൽ മതി. അപ്പോൾ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടുന്നത് 3d10 ആണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ആയതുകൊണ്ട് ഡി ട്രാൻസിഷൻ അവിടെയും ആബ്സെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ഓപ്ഷനിൽ തന്നിരിക്കുന്ന 2 ആൾക്കാരും കളർലെസ് സ്പീഷ്യസുകളാണ്. സ്കാൻഡിയം 3+ D0 ഉണ്ട്. അതുപോലെ തന്നെ സിങ്ക് 2+ D10 ആണ്. അപ്പോൾ 2 കേസിലും ഡി ട്രാൻസിഷൻ ആബ്സെന്റ് ആണ്, കളർലെസ് ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇത്ര ഒരു ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റൂ. D0യോ D10 ആണ് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇത്തരം ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് കളർലെസ് ആയിരിക്കും. ഇതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് ക്വസ്റ്റനിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ബേസിക് ക്യാരക്ടർ ഓഫ് ദ ട്രാൻസിഷൻ മെറ്റൽ മോണോക്സൈഡ് ഫോളോസ് ദ ഓർഡർ എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓക്സൈഡിന്റെയും ഹൈഡ്രോക്സൈഡിന്റെയും ബേസിക് സ്ട്രെങ്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ഗ്രാജുവലായിട്ട് ഡിക്രീസ് ചെയ്യും. ഓക്കെ, പീരിയോഡിക് ടേബിളിൽ ഓക്സൈഡിന്റെയും ഹൈഡ്രോക്സൈഡിന്റെയും ബേസിക് സ്ട്രെങ്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ഗ്രാജുവലായിട്ട് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇതാണ് നമുക്ക് ജനറൽ ആയിട്ട് പറയാൻ പറ്റുന്ന കൺസെപ്റ്റ് എന്ന് പറയാം.
ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിലുള്ള ആൾക്കാർ വനേഡിയം, ക്രോമിയം, ടൈറ്റാനിയം, അയൺ അവരുടെയൊക്കെ മോണോക്സൈഡുകളെയാണ് 4 ഓപ്ഷൻസിലായിട്ട് നമുക്ക് തന്നിരിക്കുക. നമുക്ക് 3D സീരീസിൽ പ്രസന്റ് ചെയ്യുന്ന എലമെന്റ്സ് എന്ന് എഴുതി നോക്കുകയാണെങ്കിൽ സ്കാൻഡിയം ഉണ്ട്, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കല്, കോപ്പർ, സിങ്ക്. ഇതാണ് 3D സീരീസിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വനേഡിയത്തിന്റെ ഓക്സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. വനേഡിയത്തിന്റെ ഓക്സൈഡ് ഞാൻ ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ടേക്ക് എഴുതാണ്, വനേഡിയത്തിന്റെ ഓക്സൈഡ്. പിന്നെ കമ്പാരിസൺ തന്നിരിക്കുന്ന മറ്റൊരാൾ ക്രോമിയത്തിന്റെ ഓക്സൈഡ് ആണ്. ക്രോമിയത്തിന്റെ ഓക്സൈഡ് നമുക്ക് ഇവിടെ എഴുതാം, ക്രോമിയത്തിന്റെ താഴെ ക്രോമിയത്തിന്റെ ഓക്സൈഡ് ഞാൻ എഴുതി. പിന്നീട് ടൈറ്റാനിയത്തിന്റെ ഓക്സൈഡ് ഉണ്ട്. ടൈറ്റാനിയത്തിന്റെ നേരെ താഴെയായിട്ട് ഞാൻ ടൈറ്റാനിയത്തിന്റെ ഓക്സൈഡ് എഴുതാണ്, ടൈറ്റാനിയത്തിന്റെ ഓക്സൈഡ്. അതുപോലെ തന്നെ അയണിന്റെ ഓക്സൈഡ് ഉണ്ട്, അയണിന്റെ താഴെയായിട്ട് ഞാൻ അയണിന്റെ ഓക്സൈഡിനെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് എങ്ങനെയാ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ഓക്സൈഡിന്റെയും ഹൈഡ്രോക്സൈഡുകളുടെയും ബേസിക് സ്ട്രെങ്ത് ഗ്രാജുവൽ ആയിട്ട് ഡിക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബേസിക് സ്ട്രെങ്ത് ഉള്ളയാൾ ടൈറ്റാനിയം മോണോക്സൈഡ് ആയിരിക്കും, ദെൻ വനേഡിയം മോണോക്സൈഡ്, ദെൻ ക്രോമിയം മോണോക്സൈഡ്, ദെൻ അയൺ മോണോക്സൈഡ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന 4 മോണോക്സൈഡുകളെ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് സ്ട്രെങ്തിന്റെ ഓർഡർ ഈ ഒരു ഓർഡർ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. ടൈറ്റാനിയം മോണോക്സൈഡ്, ദെൻ വനേഡിയം മോണോക്സൈഡ്, ദെൻ ക്രോമിയം മോണോക്സൈഡ്, ദെൻ അയണിന്റെ മോണോക്സൈഡ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4 ആണ്. TiO, VO, CRO ആൻഡ് FeO. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണമെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് നമ്മൾ കൃത്യമായിട്ട് ഓർഡറിൽ എഴുതാൻ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ഓക്സൈഡിന്റെയും ഹൈഡ്രോക്സൈഡിന്റെയും ബേസിക് സ്ട്രെങ്ത് ഗ്രാജുവൽ ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നുള്ള കൺസെപ്റ്റും നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സീറിയം ആർ എന്നാണ് ചോദ്യം. നമുക്കറിയാം ലാന്തനോയിഡ് കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ എലമെന്റ്സ് പ്രിഫർ ചെയ്യുന്ന ഓക്സിഡേഷൻ നമ്പർ +3 ആണ്. എല്ലാ ലാന്തനോയിഡ് എലമെന്റുകളും പ്രിഫർ ചെയ്യുന്ന ഓക്സിഡേഷൻ നമ്പർ +3 എന്ന് പറയുന്ന ഓക്സിഡേഷൻ നമ്പറാണ് മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി സം ഓഫ് ദി എലമെന്റ്സ് ക്യാൻ എക്സിബിറ്റ് +2 ആൻഡ് +4 ഇൻ അഡീഷൻ ടു +3. ഓക്കെ, ചില എലമെന്റ്സിന് +2 ഓക്സിഡേഷൻ നമ്പർ കാണിക്കാൻ പറ്റും, മറ്റ് ചില എലമെന്റ്സിന് +4 ഓക്സിഡേഷൻ നമ്പറും കാണിക്കാൻ സാധിക്കും. ഇൻ അഡീഷൻ ടു +3 ആണ്. അവിടെ ഓർക്കുക മോസ്റ്റ് കോമൺ +3 ഓക്സിഡേഷൻ നമ്പർ തന്നെയാണ്. സീറിയം എന്ന് പറയുന്ന എലമെന്റിന് +4 ഓക്സിഡേഷൻ നമ്പറും അതുപോലെ തന്നെ +3 ഓക്സിഡേഷൻ നമ്പറും എക്സിബിറ്റ് ചെയ്യാൻ സാധിക്കും. NCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സീറിയം എന്ന് പറയുന്ന എലമെന്റിന് +4 ഓക്സിഡേഷൻ നമ്പറും +3 ഓക്സിഡേഷൻ നമ്പറും എക്സിബിറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ വരുന്ന കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 1 ആണ്, +3 ആൻഡ് +4. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ ആണോ? ഓക്കെ, ഇതും NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് ആണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് വരാം. The actinoids showing +7 oxidation states are. ആക്ടിനോയിഡ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ആക്ടിനോയിഡ്സ് ക്യാൻ എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആക്ടിനോയിഡിലെ പല എലമെന്റുകൾക്കും ഒന്നിലധികം ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എക്സിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പറുകൾ എക്സിബിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആക്ടിനോയിഡ്സിന് ഒന്നിലധികം ഓക്സിഡേഷൻ നമ്പറുകൾ എക്സിബിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അവിടെയും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഓക്സിഡേഷൻ നമ്പർ +3 തന്നെയാണ്. ഇവിടെ ഒരു കാര്യം ഓർക്കുക, നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം എന്ന് പറയുന്ന 2 എലമെന്റുകൾക്ക് +3 തൊട്ട് +7 വരെയുള്ള ഓക്സിഡേഷൻ നമ്പറുകൾ എക്സിബിറ്റ് ചെയ്യാൻ സാധിക്കും. Neptunium and plutonium can exhibit all the oxidation states from +3 to +7. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ഏതാ വരിക? +7 ഓക്സിഡേഷൻ വരെ കാണിക്കാൻ വേണ്ടത് 2 പേര്, ഒന്ന് നെപ്റ്റ്യൂണിയം മറ്റൊന്ന് പ്ലൂട്ടോണിയം ആണ്. അപ്പൊ നെപ്റ്റ്യൂണിയം NP സിംബലും പ്ലൂട്ടോണിയം PU ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3, നെപ്റ്റ്യൂണിയം ആൻഡ് പ്ലൂട്ടോണിയം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. Which of the following is a correct outer electronic configuration of thorium? Atomic number 90 തന്നിട്ടുണ്ട്. തോറിയത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മുടെ F ബ്ലോക്ക് എലമെന്റ്സ് F ബ്ലോക്കിൽ പ്രസന്റ് ചെയ്തതും അതേസമയം ഗ്രൗണ്ട് ലെവൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ F ഓർബിറ്റൽസിൽ ലാസ്റ്റ് ഇലക്ട്രോൺ പ്രസന്റ് ചെയ്യാത്തതുമായ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ, അത് തോറിയമാണ്. അതാണ് തോറിയത്തിന്റെ സ്പെഷ്യാലിറ്റി. തോറിയത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് F ബ്ലോക്കിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നു. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എഴുതുന്നതെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ F ഓർബിറ്റൽസിൽ അല്ല പ്രസന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ഒരൊറ്റ കാര്യം അറിയാമെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. 6d2 7s2 കിടപ്പുണ്ട്, ഇത് 5f1 കിടപ്പുണ്ട്, 5f2 ഉണ്ട്, 5f2 ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, തോറിയത്തിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ F ഓർബിറ്റൽസിൽ ഇല്ല എന്നുള്ളതാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1, 6d2 7s2. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കാൻ ശ്രമിച്ചോളുക, കാരണം അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ തോറിയത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ? ലാസ്റ്റ് ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ F ഓർബിറ്റൽസിൽ വരില്ല. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6.
The complex compound which is used in medicine for cancer chemotherapy is എന്നാണ് ചോദ്യം. ഓക്കെ, കീമോതെറാപ്പിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് മെഡിസിൻ ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്പ്ലാറ്റിൻ എന്നറിയപ്പെടും. സിസ്പ്ലാറ്റിൻ. ഓക്കെ, സൈനോകോബാലമീൻ അല്ല, ഫെറോസിൻ അല്ല, സിസ്പ്ലാറ്റിൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ഇത് നമുക്ക് ഇങ്ങനെ പഠിച്ചു വെക്കുന്നതാണ് നല്ലത്, കാരണം ഇതൊരു എന്താണ് തിയറി ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. സിസ്പ്ലാറ്റിൻ ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ആണ്. ക്യാൻസറിനെതിരെയുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്, കോംപ്ലക്സ് മെഡിസിൻ ആണ്. അതിന്റെ പേര് സിസ്പ്ലാറ്റിൻ എന്നാണ്. അതിന്റെ ഫോർമുല വേണമെങ്കിൽ സിസ് PTNS3 twice Cl2 ആണ് കേട്ടോ. PTNS3 twice Cl2. This one is a cisplatin. Cisplatin. ഇത് ക്യാൻസറിനെതിരെ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. The crystal field splitting for chromium 3+ ion in octahedral field changes for ligand I-, H2O, NH3, Cn- and the increasing order is ആണ് ചോദ്യം. Crystal field splitting, octahedral complex. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന സമയത്ത് ഡി ഓർബിറ്റൽ 2 ഡിഫറെന്റ് എനർജി ലെവലുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരു ലെവൽ എനർജി കുറവുള്ള 3 പേര് ഉൾപ്പെടുന്ന 3 ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? DXY, DXZ, DYZ. ഈ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് T2G ഓർബിറ്റൽസ് എന്നും. ഇനി 2 പേര് ഉൾപ്പെടുന്ന മറ്റൊരു സെറ്റ്, അത് ആരൊക്കെയാണ്? DX² - Y², അതുപോലെ തന്നെ DZ². ഈ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് EG സെറ്റ് എന്നുമാണ് വിളിക്കുക. ഓക്കെ, ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള എനർജി ഗ്യാപ്പ് ആണ് ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മീൻ ചെയ്യുക. അതായത് എല്ലാ സമയത്തും ഈ മാഗ്നിറ്റ്യൂഡ് ഒരേപോലെ ആയിരിക്കില്ല. ഇത് നമ്മൾ ΔO എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആയതുകൊണ്ട് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ EG ആൻഡ് T2G. ചില സമയങ്ങളിൽ ആ ഡിഫറൻസ് വളരെ കുറവാണെങ്കിൽ ചില സമയത്ത് അത് മീഡിയം ആയിരിക്കും, ചില സമയത്ത് അത് ലാർജ് ഡിഫറൻസ് വരും. ഓക്കെ, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടെ പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന ലിഗാൻഡിന്റെ നേച്ചറിന്റെ ബേസിൽ ഈ സ്പ്ലിറ്റിംഗിന്റെ മാഗ്നിറ്റ്യൂഡിൽ വേരിയേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ചില ലിഗാൻഡുകൾ വരുമ്പോൾ സ്പ്ലിറ്റിംഗിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കുറവാണെങ്കിൽ മറ്റു ചിലർ വരുമ്പോൾ അത് മീഡിയം ആയിരിക്കും, മറ്റു ചില ലിഗാൻഡുകൾ വരുമ്പോൾ അത് വളരെ കൂടുതലായിരിക്കും. ഏത് ലിഗാൻഡ് വരുമ്പോഴാണ് സ്പ്ലിറ്റിംഗിന്റെ മാഗ്നിറ്റ്യൂഡ് കുറവെന്നും ഏത് ലിഗാൻഡുകൾ വരുമ്പോൾ സ്പ്ലിറ്റിംഗിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ് എന്നും അറിയുന്നതിന് വേണ്ടി എക്സ്പെരിമെന്റിലെ ലിഗാൻഡുകളെ ആ ഒരു പ്രോപ്പർട്ടിയുടെ ബേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിനെ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്നറിയപ്പെടും. ഓക്കെ, സ്പെക്ട്രോ കെമിക്കൽ സീരീസിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സ്പെക്ട്രോ കെമിക്കൽ സീരീസിലെ ഏറ്റവും സ്ട്രോങ് സ്പ്ലിറ്റിംഗ് തരാൻ കഴിവുള്ള സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡുകളെ തൊട്ട് ഏറ്റവും ചെറിയ സ്പ്ലിറ്റിംഗ് തരാൻ കഴിവുള്ള വീക്ക് ഫീൽഡ് ലിഗാൻഡുകളെ വരെ ക്രമമായിട്ട് അറേഞ്ച് ചെയ്ത ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്നറിയപ്പെടും. അതും നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഓർഡർ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഫോർ chromium 3+ ion in octahedral field changes for ligand I-, H2O, NH3, Cn- and the increasing order is ആണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന 4 പേരിലെ ഏറ്റവും വീക്ക് ലിഗാൻഡ് എന്ന് പറയുന്നത് I- ആണ്. സ്പെക്ട്രോ കെമിക്കൽ സീരീസ് അറിയാവുന്ന ആൾക്കാർ മാത്രമേ ഇത് ആൻസർ ചെയ്യൂ. സ്പെക്ട്രോ കെമിക്കൽ സീരീസിൽ തന്നിരിക്കുന്നതിലെ ഏറ്റവും വീക്ക് ലിഗാൻഡ് എന്ന് പറയുന്ന ആളും I- തന്നെയാണ്. ഓക്കെ, ഇനി I- ആണ് മെറ്റലാറ്റോമായിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുത്ത ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നതെങ്കിൽ ഈ സ്പ്ലിറ്റിംഗിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കുറവായിരിക്കും. ഇനി I- കഴിഞ്ഞാൽ പിന്നീട് സ്ട്രോങ് ലിഗാൻഡ് എന്ന് പറയുന്നത് H2O ആണ്. I- സ്ട്രോങ് ലിഗാൻഡ് H2O ആണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും I- ബോണ്ടിങ്ങിൽ പങ്കെടുത്ത കോംപ്ലക്സ് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ സ്പ്ലിറ്റിംഗ് H2O ബോണ്ടിങ്ങിൽ പങ്കെടുത്തൊരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഫോം ചെയ്താൽ അവിടെ സംഭവിക്കും. ഓക്കെ, യെസ്. ഇനി അത് കഴിഞ്ഞാൽ പിന്നീട് സ്ട്രോങ് ലിഗാൻഡ് NH3 ആണ്. സ്പെക്ട്രോ കെമിക്കൽ സീരീസ് അറിയാമെങ്കിൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റൂ. NH3 തന്നിരിക്കുന്നതിൽ ഏറ്റവും സ്ട്രോങ് ലിഗാൻഡ് Cn- ആണ്. അതായത് Cn- എന്ന് പറയുന്ന ലിഗാൻഡുമായിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുത്താണ് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള സ്പ്ലിറ്റിംഗിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അവിടെ ഇൻക്രീസിംഗ് ഓർഡർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ലിഗാൻഡ് I-, then H2O, then NH3, then Cn-. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, I- ഉണ്ട്, H2O ഉണ്ട്, NH3 ഉണ്ട്, Cn- ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ 7th ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 8. കൺസിഡറിംഗ് H2O act as a weak field ligand, the number of unpaired electrons in Mn H2O 6 times 2+ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് എടുത്ത് കഴിയുമ്പോൾ Mn H2O 6 ടൈംസ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്, കാരണം കോർഡിനേഷൻ നമ്പർ 6 വന്നിരിക്കുന്നു. Mn H2O 6 ടൈംസ് 2+ ആണ് തന്നിരിക്കുന്ന കോംപ്ലക്സ്. ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം മാംഗനീസ് ആണ്.
മാംഗനീസിന് ഈ ഒരു കോംപ്ലക്സിനുള്ളിലുള്ള ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, മാംഗനീസ് എന്ന് പറയുന്ന സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഈ കോംപ്ലക്സിൽ എത്രയാണ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് അതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ്. H2 എന്ന് പറയുന്ന ന്യൂട്രൽ ലിഗാൻഡ്, അതിന്റെ ചാർജ് 0 ആണ്. പിന്നെ ടോട്ടൽ ചാർജ് ഇവിടെ +2 കിടപ്പുണ്ട്. അഥവാ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ +2 ആണ്. X = +2 കിട്ടി. ഇനി മാംഗനീസിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? മാംഗനീസിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 4s2 ആണ് കേട്ടോ. മാംഗനീസിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 4s2 ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് മാംഗനീസ് 2+ ആ. മാംഗനീസ് 2+ ആണെങ്കിൽ അതിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 4s0 ആണ്. 3d5 4s0. ഓക്കെ, ഇത് ജസ്റ്റ് നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഡി ഓർബിറ്റലിനകത്ത് 5 ഓർബിറ്റൽസ് ഉണ്ട്. 5 പേര് നമുക്ക് ഇലക്ട്രോണെ ഫിൽ ചെയ്യാം. 1 2 3 4 5. ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യൻ്റെ അകത്തൊരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൺസിഡറിങ് H2 as എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. ഈ ലിഗാൻഡ് സ്ട്രോങ് ഫീൽഡ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ അൺപെയർഡ് ഇലക്ട്രോണുകളെ ഇവിടെ അത് പെയർ ചെയ്തേനെ. ഈ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നിരിക്കുന്ന ലിഗാൻഡ് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡിന് ഒരു കാരണവശാലും സെൻട്രൽ മെറ്റൽ ആറ്റത്തിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന അൺപെയർഡ് ഇലക്ട്രോണുകളെ പെയർ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അതിനാൽ തന്നെ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന 5 അൺപെയർഡ് ഇലക്ട്രോൺസ് സ്റ്റിൽ അൺപെയർഡ് ആയിട്ട് തന്നെ അവിടെ കാണാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4 5. ഓക്കെ, യെസ്, 5 പേര് 1 2 3 4 5 വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിരുന്നെങ്കിൽ ദാറ്റ് മേ ബി പെയറിംഗ് സംഭവിച്ചാണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 4. ഇൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9. Crystal field splitting energy for octahedral delta O and tetrahedral complexes are related to. ഡെൽറ്റ ഒയും ഡെൽറ്റ ടിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എങ്ങനെ പഠിച്ചു വെക്കേണ്ടതാണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒ. ഈ ഒരു റിസൾട്ട് നമുക്ക് ഇങ്ങനെ പഠിച്ചു വെക്കാൻ മാത്രമേ മാർഗമുള്ളൂ. ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം, ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒ. ചില ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഹെൽപ്പോട് കൂടി ചോദിക്കാറുണ്ട്. ഡെൽറ്റ ടിയുടെ വാല്യൂ തന്നിട്ട് ഡെൽറ്റ ഒ കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഡെൽറ്റ ഒയുടെ വാല്യൂ തന്നിട്ട് ഡെൽറ്റ ടി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് പറയാറുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പ് അറിയാമെങ്കിൽ ഇതിനുള്ളിലേക്ക് ജസ്റ്റ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഓർത്തിരിക്കണം. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. Linkage isomerism found in coordination compound is due to the presence of എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കണം എന്താണ് ലിങ്കേജ് ഐസോമറിസം. ലിങ്കേജ് ഐസോമറിസം കാണാനുള്ള ക്രൈറ്റീരിയ എന്താണ്? ലിങ്കേജ് ഐസോമറിസം കാണാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. ആംബിഡെന്റേറ്റ് ലിഗാൻഡ് പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ലിങ്കേജ് ഐസോമറിസം കാണുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ആംബിഡെന്റേറ്റ് ലിഗാൻഡ്? ചില ലിഗാൻഡുകൾക്ക് ഒന്നിലധികം സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മെറ്റലാറ്റോമായിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ കഴിയും. പക്ഷേ ഒരേ സമയം അതിന് ഏതെങ്കിലും ഒരു സൈറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ചില ലിഗാൻഡുകൾക്ക് 2 സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മെറ്റലാറ്റോമായിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ കഴിവുണ്ടെങ്കിലും ഒരേ സമയം അതിലേതെങ്കിലും ഒരു സൈറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. 2 സൈറ്റും ഒരേ സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അത്തരം ലിഗാൻഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറയും. അപ്പോൾ ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ഡെൻസിറ്റി എത്രയാ? ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു ലിഗാൻഡിന് ഒരേ സമയം എത്ര സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നതാണ് അതിന്റെ ഡെൻസിറ്റി. അപ്പൊ ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 1 ആണ് വരിക. ഡെൻസിറ്റി 1 ആണ്. അതേസമയം അവർക്ക് ഒരു സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റൂ. 2 സൈറ്റ് ഉണ്ടെങ്കിലും ഒരു സൈറ്റ് മാത്രമേ ഒരു സമയം ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ അവർ തീർച്ചയായിട്ടും ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. മോണോഡെൻഡേറ്റ് ഗ്രൂപ്പ് വിച്ച് ഹാവ് എ 2 donor atoms. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലിങ്കേജ് ഐസോമറിസം ഈസ് ഫൗണ്ട് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എന്നാണ് ചോദ്യം. ആരുടെ പ്രസൻസിൽ? മോണോഡെൻഡേറ്റ് ഗ്രൂപ്പ്. ആംബിഡെന്റേറ്റ് ലിഗാൻഡുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഡെൻസിറ്റി 1 ആണ് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അതൊരു മോണോഡെൻഡേറ്റ് ഗ്രൂപ്പ് തന്നെയാണ്, അല്ലെ? മോണോഡെൻഡേറ്റ് ഗ്രൂപ്പ് തന്നെയാണ്. മോണോഡെൻഡേറ്റ് ഗ്രൂപ്പ് വിച്ച് ഹാവ് എ 2 donor atoms. 2 donor atom ഉണ്ടാകാം, 2 സൈറ്റുകൾ ഉണ്ട് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ. പക്ഷെ ഒരു സൈറ്റ് മാത്രമേ ഒരു സമയം ഉപയോഗിക്കാൻ പറ്റൂ. സോ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ നമ്പർ 1 തന്നെയാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ഡെഫിനേഷൻ ആണ് തന്നിരിക്കുക. ഓക്കെ, ഇത് ബൈഡെന്റേറ്റ് ഗ്രൂപ്പ് വിച്ച് ക്യാൻ ഫോം റിംഗ് അതല്ല, ബൈഡെന്റേറ്റ് ഗ്രൂപ്പ് വിച്ച് ക്യാൻ ഫോം റിംഗ് അതല്ല. അത് 2 ഓപ്ഷൻസ് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വന്നല്ലേ? ഓക്കെ, മൾട്ടി ഡെന്റേറ്റ് ഗ്രൂപ്പ് അതല്ല. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ്. മോണോഡെന്റേറ്റ് ഗ്രൂപ്പ് വിച്ച് ഹാവ് എ 2 donor atoms. ക്ലിയർ ആണല്ലോ? സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11. ദ പ്യൂവറസ്റ്റ് ഫോം ഓഫ് അയൺ ഈസ് എന്നാണ് ചോദ്യം. അയണിന്റെ പല ഫോമുകളുണ്ട്.
ഏറ്റവും ഇമ്പ്യൂരിറ്റി നിറഞ്ഞിരിക്കുന്നത് നമ്മുടെ പിഗ് അയൺ ആണ്. അതിനേക്കാളും പ്യുവർ ഫോം ആണ് ഏത് കാസ്റ്റ് അയൺ എന്ന് പറയാം. ഏറ്റവും പ്യുവറസ്റ്റ് ഫോം ഓഫ് അയൺ wrought അയൺ എന്നാണ് അറിയപ്പെടുക. wrought അയൺ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2, wrought അയൺ. Purest form of iron is known as wrought iron. Okay? Yes. Next question number 12. Which of the following is not an ore of iron എന്നാണ് ചോദ്യം. അപ്പോൾ അയണിന്റെ ഓർ ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് അറിയാമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓർ ഓഫ് അയൺ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ ഓപ്ഷൻ മാഗ്നറ്റൈറ്റ്, തീർച്ചയായിട്ടും അയണിന്റെ ഓറാണ്. ലിമണൈറ്റും അയണിന്റെ ഓറാണ്. കാസിട്രൈറ്റ് അല്ല, കാസിട്രൈറ്റ് ടിന്നിന്റെ ഓറാണ്, SnO2. ഓക്കെ, അപ്പോൾ ഹേമറ്റൈറ്റും അയണിന്റെ ഓർ തന്നെയാണ്. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് which of the following is not an ore of iron എന്നാണ്, കാസിട്രൈറ്റ് ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3, ടിന്നിന്റെ ഓർ ആണ്, SnO2, കാസിട്രൈറ്റ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. In the manufacture of iron from hematite, limestone is added to act as a flux ആണ് അല്ലെ. നമുക്കറിയാം ഇപ്പൊ അയൺ ഓറിന്റെ അകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ SiO2 സിലിക്കയാണ്. അപ്പൊ ആ സിലിക്കായെ നമുക്കൊരു എന്താ, സിലിക്ക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇമ്പ്യൂരിറ്റിയാണ്, അതൊരു ഗ്യാങ് ആണ്. ആ ഗ്യാങ് പാർട്ടിക്കിൾസിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്ലെക്സ് കമ്പോണന്റ് ആണ് ആരെന്ന് പറയുക, നമ്മൾ ഈ പറയുന്ന ലൈം സ്റ്റോൺ എന്ന് പറയുക. അപ്പൊ ഈ ഫ്ലെക്സും നമ്മുടെ ഗ്യാങ്ങും കൂടെ ചേർന്നിട്ട് അവരൊരു സ്ലാഗ് ആയിട്ട് മാറുകയും ആ സ്ലാഗ് നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൻ്റെ അകത്ത് റിമൂവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് ഫ്ലെക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുക. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4, ഫ്ലെക്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. അലുമിനിയം ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം അലുമിന ബൈ ഇലക്ട്രോലിസിസ് ഓഫ് മോൾട്ടൺ മിക്സർ ഓഫ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മളെ ഹാൾസ്-ഹറോൾഡ്സ് പ്രോസസ്സിൽ പറയുന്നുണ്ട്, അലുമിന എന്ന് പറയുന്നയാളെ നമ്മൾ ഇലക്ട്രോലിസിസ് നടത്തുമ്പോൾ നമ്മൾ അവിടെ മിക്സ് ചെയ്യുന്ന 2 പേര്, ഒന്ന് Na3Al(F6) അതുപോലെ തന്നെ CaF2 ഓക്കെ, അലുമിനയുടെ മെൽറ്റിംഗ് പോയിന്റിൽ ഓവർ ചെയ്യാൻ സഹായിക്കുന്ന Na3Al(F6) അതുപോലെ തന്നെ CaF2 കൂടെ പ്രസൻസിലാണ്. Na3Al6 അല്ലെങ്കിൽ CaF2 മതിയാവും. അവരുടെ പ്രസൻസിൽ അലുമിന ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോലിസിസ് നടത്താറുള്ളത്. അപ്പോൾ സോ കറക്റ്റ് ആൻസർ എടുക്കാൻ പറ്റുന്ന അലുമിന Al2O3 ഉണ്ട്, അതുപോലെ തന്നെ Na3Al(F6) ഉണ്ട്, ക്രയോലൈറ്റ്, അതുപോലെ CaF2 ഉണ്ട്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3 വരും. Al2O3, Na3Al(F6) അതുപോലെ തന്നെ CaF2. ഓക്കെ, യെസ്, ഹാൾസ്-ഹറോൾഡ്സ് പ്രോസസ്സിൽ പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The method of zone refining of metal is based on the principle of എന്നാണ് ചോദ്യം. സോൺ റിഫൈനിങ് മെത്തേഡ് നമുക്കറിയാം, ഏറ്റവും പ്യുവറസ്റ്റ് ഫോമിലുള്ള മെറ്റൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സോൺ റിഫൈനിങ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ മെറ്റലിന്റെ മേളിലേക്ക് റോട്ടർ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് നമ്മൾ പാസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ റോട്ടറിന്റെ ഹീറ്റിനോടൊപ്പം തന്നെ അതിൻ്റെ ഇമ്പ്യൂരിറ്റിയും വളരെ ഫാസ്റ്റ് ആയിട്ട് മെൽറ്റ് ആവുകയും ആ ഇമ്പ്യൂരിറ്റി ആ ഹീറ്റിനോടൊപ്പം തന്നെ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് മൂവ് ചെയ്ത് വരികയും അങ്ങ് എൻഡിൽ എത്തിയതിനു ശേഷം നമ്മൾ ആ എൻഡ് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യുന്ന ആ പ്രോസസ്സാണ് സോൺ റിഫൈനിങ് എന്ന് പറയുക. ഇമ്പ്യൂരിറ്റി വളരെ ഫാസ്റ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ട് മാറുകയും അതിനേക്കാളും സ്പീഡിൽ മെറ്റൽ സോളിഡ് ആയി മാറുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഗ്രേറ്റർ മൊബിലിറ്റി ഓഫ് ദ പ്യുവർ മെറ്റൽ ദാൻ ദാറ്റ് ഓഫ് ദ ഇമ്പ്യൂരിറ്റി, അതല്ല അതിന്റെ ആൻസർ. ഹയർ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ ഇമ്പ്യൂരിറ്റി ദാൻ ദാറ്റ് ഓഫ് ദ പ്യുവർ മെറ്റലും അല്ല. ഗ്രേറ്റർ നോബൽ ക്യാരക്ടർ ഓഫ് ദ സോളിഡ് മെറ്റൽ ദാൻ ദാറ്റ് ഓഫ് ദ ഇമ്പ്യൂരിറ്റി അതുമല്ല. ഗ്രേറ്റർ സോലിബിലിറ്റി ഓഫ് ദി ഇമ്പ്യൂരിറ്റി ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ് ദാൻ ഇൻ ദ സോളിഡ് ആണ് കറക്റ്റ് ആൻസർ വരിക. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 4 ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ വിഷസും ഇനി ഉടനെ തന്നെ നമ്മുടെ ഫിസിക്സിന്റെ സെക്ഷനായിട്ട് നമ്മുടെ അനൂപ് സാർ റെഡിയാണ്. ഉടൻ തന്നെ അനൂപ് സാർ എത്തും. ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ഓൺലൈൻ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഫിസിക്സിൻ്റെ
വേവ്സും ഓസിലേഷനും ചേർന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊന്ന് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് എ ആംപ്ലിറ്റ്യൂഡ് എ along the x-axis about x is equal to 0. When its potential energy equals kinetic energy, the position of the particle will be. ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആകുന്ന മൊമെന്റിൽ എന്തായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്? അതാണ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് എത്ര എന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് എന്ന് കരുതുവാണ്. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഫോർമുല നമുക്കറിയാലോ. ഓക്കെ, കൈനറ്റിക് എനർജി ക്യാൻ ബി റിട്ടൺ ആസ്, ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ കേസിൽ കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലേ. ഇതിനകത്ത് വൈ ആണ് ഡിസ്പ്ലേസ്മെന്റ്, എ ആംപ്ലിറ്റ്യൂഡ്, കെ ഫോഴ്സ് കോൺസ്റ്റന്റ്. ഓക്കെ, അതേപോലെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഹാഫ് കെ ഇൻറ്റു വൈ സ്ക്വയർ. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല. ഇനി കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് കെ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് വരും. ആര് ക്യാൻസലായി? ഹാഫ് കെ ക്യാൻസലായി. സോ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഈ വൈ സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ എന്തായി? 2y സ്ക്വയർ എന്നായില്ലേ. ഓക്കെ, ഓർ വൈ സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് എ സ്ക്വയർ ബൈ 2. ഓക്കെ അല്ലേ? സോ ദെൻ y ക്യാൻ ബി റിട്ടൺ ആസ് എ ബൈ റൂട്ട് 2. അപ്പൊ എപ്പോഴാണോ ഡിസ്പ്ലേസ്മെന്റ് എ ബൈ റൂട്ട് 2 ആകുക, ആ മൊമെന്റിലാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആകുക. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 5 സെന്റിമീറ്റർ. അപ്പൊ അഗൈൻ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഈസ് 5 സെന്റിമീറ്റർ. When the particle is at a 4 centimeter from the mean position, mean position നിന്ന് 4 സെന്റിമീറ്റർ അകലെ എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റിനെയാണ്, അല്ലെ മീൻ പൊസിഷനിൽ നിന്നുള്ള അകലത്തെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. അതിന്റെ വാല്യൂ 4 സെന്റിമീറ്റർ. The magnitude of its velocity in SI unit is equal to that of its acceleration. എന്ന് പറഞ്ഞാൽ ഈ 4 സെന്റിമീറ്റർ ഡിസ്പ്ലേസ്മെന്റ് നിൽക്കുമ്പോൾ ഉള്ള വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണ്. അങ്ങനെയാണ് എങ്കിൽ ഈ ഓസിലേഷന്റെ ടൈം പീരീഡ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യമേ നോക്കാം എന്താണ് ആക്സിലറേഷന്റെ ഫോർമുല. ആക്സിലറേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഗിവൺ ബൈ എ ഈക്വൽ ടു മൈനസ് ഓഫ് ഒമേഗ സ്ക്വയർ ഇൻറ്റു വൈ. അപ്പൊ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി അല്ലെ. അപ്പൊ മൈനസ് കളയുക, ഒമേഗ സ്ക്വയർ ഇൻറ്റു വൈ. അതേപോലെ തന്നെ ഒരു പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ അല്ലേ? നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇതും മാഗ്നിറ്റ്യൂഡാണ് ഇതും മാഗ്നിറ്റ്യൂഡാണ്, രണ്ടുപേരുടെ ഈക്വൽ ആയി. അങ്ങനെയാണെങ്കിൽ ആ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് ടൈം പീരീഡ് എത്രയാണെന്നല്ല ചോദ്യം. ദാറ്റ് ഈസ് എ ഈക്വൽ ടു വി. എയുടെയും വിയുടെയും മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ ഇൻറ്റു y is equal to omega into root of എന്താണ്? a സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ശരിയല്ലേ? അപ്പൊ രണ്ട് സൈഡിൽ നിന്ന് മാറി ക്യാൻസൽ ആയി, ഓരോ ഒമേഗ ക്യാൻസൽ ആയി. സോ നമുക്ക് വേണ്ടതാരാ? ഒമേഗ കണ്ടുപിടിച്ചാൽ ടൈം പീരീഡ് കിട്ടൂലേ. സോ ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ വരിക? എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആര് വരും? വൈ വരില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ ഈസ് 25 മൈനസ് വൈ സ്ക്വയർ ഈസ് 4ന്റെ സ്ക്വയർ അല്ലേ വരിക? 16 വരും അല്ലേ, ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. 25 മൈനസ് 16 9 ആണ്. 9ന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 9ന്റെ റൂട്ട് എടുത്താൽ 3 ആണ്. 3/4 എന്ന് വരില്ലേ? അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡിന്റെ എക്സ്പ്രഷൻ എന്താ? t is equal to 2π by omega. 2π by omega. Omega is 3/4. അപ്പൊ 4 മുകളിൽ വന്നില്ലേ? സോ 8π/3 എന്നായില്ലേ? 8π/3. ഇതാണ് ടൈം പീരീഡിന്റെ എക്സ്പ്രഷൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3 അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 3. Then y equal to a into sin omega t plus phi 0 is the time displacement equation of a simple harmonic motion. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പാർട്ടിക്കിളിന്റെ ടൈമും ഡിസ്പ്ലേസ്മെന്റും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. അറ്റ് t equal to 0 ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് a/2. t equal to 0 പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് a/2 ആണ്. മാത്രമല്ല പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് x ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഫേസ് ആംഗിൾ? ഇനീഷ്യൽ ഫേസ് ആംഗിൾ phi 0. ആ phi 0 എന്ന് പറയുന്നതാണല്ലോ ഇനീഷ്യൽ ഫേസ് ആംഗിൾ. അത് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം അറ്റ് t equal to 0 എത്രയാണ് y എന്ന് തന്നിട്ടുണ്ട് അല്ലേ. y equal to a/2 എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ ഫോർമുലയിലേക്ക് y-യുടെ വാല്യൂ a/2 എന്നും t equal to 0 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ വരിക നോക്കിക്കേ? a/2 ഈക്വൽ ടു, ഞാൻ y ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? a/2 എന്ന് കൊടുത്തു. a/2 ഈക്വൽ ടു a ഇൻറ്റു സൈൻ
ഒമേഗ ടി നമ്മൾ സമയത്തിന് 0 കൊടുത്തു, അപ്പം സൈൻ 0 പ്ലസ് 5 എന്ന് വരും അല്ലെ. അപ്പൊ ഇവിടുന്ന് രണ്ട് വശത്തുനിന്നും എ ക്യാൻസൽ ആയി പോയി, ശരിയല്ലേ. സോ 1/2 ഈസ് ഈക്വൽ ടു സൈൻ ഇൻറ്റു 5 എന്നായി മാറിയില്ലേ. ഓക്കെ, സൈൻ 5 1/2 ആയി മാറണമെങ്കിൽ സൈനിന് എപ്പോഴാ പിള്ളേരെ 1/2 കിട്ടുക? സൈനിന് 1/2 കിട്ടണമെങ്കിൽ സൈൻ 30ക്ക് 1/2 വരാം അല്ലെ. അതുപോലെ തന്നെ സൈൻ 30 അല്ലെങ്കിൽ നമുക്ക് റേഡിയനിൽ പറയുവാണെങ്കിൽ π/6 അല്ലെ. സൈൻ π/6 എടുത്താൽ എത്ര വരും? 1/2 വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ 50 എന്ന് പറയുന്ന ആംഗിൾ എത്രയാന്ന് പറയാം? π/6 ആണെന്ന് പറയാം. ഇനി വേറൊരു പോസിബിലിറ്റി ഉണ്ട്. അടുത്ത പോസിബിലിറ്റി എന്നാന്ന് വെച്ചാല് സൈൻ 180 അഥവാ പൈ മൈനസ് π/6. സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ തന്നെയാണ്. അപ്പൊ സൈൻ പൈ മൈനസ് π/6 എന്ന് പറഞ്ഞാൽ എന്താ വരിക? സൈൻ π/6 തന്നെ വരും. സൈൻ π/6 എന്ന് പറഞ്ഞാൽ 1/2 തന്നെ വരും അല്ലെ. അപ്പൊ 1/2 കിട്ടുന്ന മറ്റൊരു ആംഗിൾ ഏതാണെന്ന് ചോദിച്ചാൽ 1/2 കിട്ടുന്ന മറ്റൊരു ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ പൈ മൈനസ് π/6 എന്ന് എഴുതാം, ശരിയല്ലേ. ഈ പൈ മൈനസ് π/6 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 6π മൈനസ് പൈ അല്ലെ എന്ന് പറഞ്ഞാൽ എത്ര? 5π/6 എന്ന് വരും. അപ്പം ആംഗിൾ π/6 ആണെങ്കിലും 5π/6 ഒക്കെ ആണെങ്കിലും ഒക്കെ ഫൈയുടെ വാല്യൂ അല്ലെങ്കിൽ സൈൻ 5/2 സൈൻ 5 എന്ന് പറയുന്നത് 1/2 വരും. അപ്പൊ ഈ 50ക്ക് π/6 വരാം, 5π/6 വരാം. നോക്കിക്കേ, ഓപ്ഷനകത്ത് രണ്ടും കിടപ്പുണ്ട്. അപ്പൊ ഒരു കണ്ടീഷനും കൂടെ നമ്മുടെ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. എന്താണ്? പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരു ഹിന്റ് ഉണ്ട്. എന്താന്ന് പറയട്ടെ? y = a sin ωt എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് മീൻ പൊസിഷൻ, ഇത് റൈറ്റ് എക്സ്ട്രീമെന്റ്, ഇത് ലെഫ്റ്റ് എക്സ്ട്രീമെന്റ്. ഈ ഫോർമുല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ പോയി ഇങ്ങനെ തിരിച്ചു വന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഓസിലേഷൻ ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ 0 മുതൽ 90 വരെ, അതെ ഇവിടെ 0 മുതൽ 90 എത്തുമ്പോഴേക്കുമാണ് നമ്മൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ലെ. നമ്മൾ ഈ ഒരു സൈൻ വേവ് വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെയല്ല വരിക. ഇത് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 90 ഡിഗ്രി ആകുമ്പോഴേക്കും ആംപ്ലിറ്റ്യൂഡിൽ എത്തും, മാക്സിമം ഡിസ്റ്റൻസ് എത്തും. പിന്നെ വീണ്ടും പൈ ആകുമ്പോഴേക്കും തിരിച്ച് മീൻ പൊസിഷൻ എത്തും. പിന്നെ എത്രയാണ് 270 ആകുമ്പോഴേക്കും ഇപ്പോഴത്തെ ലെഫ്റ്റ് എക്സ്ട്രീമെന്റിൽ എത്തും. പിന്നെ 2π ആകുമ്പോൾ 360 ആകുമ്പോൾ വീണ്ടും തിരിച്ച് മീൻ പൊസിഷൻ എത്തും. ഇതാണ് ഐഡിയ. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, ഈ പാർട്ടിക്കിള് a/2 എത്തണമെങ്കിൽ ആംഗിള് π/6 ആവാം. ആംഗിള് π/6 ആയിരുന്നു എങ്കിൽ ഇവന് 0യിൽ നിന്നും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാനേ. ഓക്കെ, പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ. പാർട്ടിക്കിളിന്റെ വെലോസിറ്റി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആംഗിൾ 0യിൽ നിന്നും 90 എത്തിയതിനു ശേഷം തിരിച്ചു വരുന്ന വഴിയാ. അപ്പൊ 90ക്കാളിലും കൂടിയ ആംഗിളേ വരുള്ളൂ അല്ലെ. 0യിൽ നിന്നും 90 വരെയുള്ള സമയത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി 90ക്ക് ശേഷം 180ക്ക് ഇടയ്ക്കുള്ള സമയത്ത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് a/2 എത്തി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. വിച്ച് മീൻസ് ആംഗിളിന്റെ കറക്റ്റ് വാല്യൂ വരിക 5/6 ആണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോകാലോ. പാർട്ടിക്കിൾ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ദ ഗ്രാഫ് ഓഫ് വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ്. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയുടെ ഗ്രാഫ് വരച്ചാൽ എന്താണ് ഷേപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഫിസിക്സിൽ എപ്പോഴും പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ഓൾറെഡി വരാറുള്ള ഒരു ഐഡിയ ആണ് അല്ലെ. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അറിയാം. അപ്പൊ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണെന്ന്. ഗ്രാഫിന്റെ ഷേപ്പുകളൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്താൽ മതി? ഏതൊക്കെ ടീമുകൾ തമ്മിലുള്ള ഗ്രാഫാണോ വരയ്ക്കുന്നത് അവർ തമ്മിലുള്ള റിലേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫോർമുല എഴുതുക. അപ്പൊ നമുക്ക് വിയും വൈയുടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ v = ω × √a² - y² അല്ലേ. നമുക്കറിയാവുന്ന രീതിയിൽ ഇവനൊന്ന് മോഡിഫൈ ചെയ്യുവാണേ. v²/ω² is equal to a² - y². ഞാനൊന്ന് സ്ക്വയർ ചെയ്തു, റീഅറേഞ്ച് ചെയ്തു, y² പ്രതീകം കൊണ്ടുവന്നേ. സോ y² + v²/ω² is equal to a² ആയില്ലേ. ത്രൂ ഔട്ട് ഞാൻ a² വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്തുവരും? y²/a² പ്ലസ് v²/a² ω² is equal to 1 എന്ന് വരും, ശരിയല്ലേ. ഇത് ഏത് ഫോമിലുള്ള ഇക്വേഷൻ നോക്കിക്കേ. x²/a² പ്ലസ് y²/b² is equal to 1 എന്നുള്ള ഫോം അല്ലേ. എക്സ് ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റ്, y ആക്സിസിൽ വെലോസിറ്റി എടുത്ത് ഗ്രാഫ് വരച്ചാൽ ഇത് എന്തിന്റെ ഇക്വേഷനാ? ഇത് നമുക്ക് എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് എക്സ് ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റും y ആക്സിസിൽ വെലോസിറ്റിയും എടുത്ത് ഗ്രാഫ് വരച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഷേപ്പ് എന്താണ്? എലിപ്സ് ആണ്. സോ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയുടെ ഉള്ള ഗ്രാഫിന്റെ ഷേപ്പ് എലിപ്സ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് പോവാം. A particle executes simple harmonic motion with amplitude a and a time period t. Okay, the displacement of the particle when its speed is half of maximum speed is root of x into a/2. Then value of x is. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആംപ്ലിറ്റ്യൂഡ് a ആണ്, ടൈം പീരീഡ് t ആണ്. ഇനി പാർട്ടിക്കിളിന്റെ സ്പീഡ് മാക്സിമം സ്പീഡിന്റെ പകുതിയായി എന്ന് കരുതുക.
അങ്ങനെയാണെങ്കിൽ ആ മൊമെന്റിലെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് എന്നാണ് ചോദ്യം. അതായത് സ്പീഡ് v ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഇതാണല്ലോ ഫോർമുല. ഈ സ്പീഡ് എത്രയാണെന്ന് പറഞ്ഞാൽ മാക്സിമം സ്പീഡിന്റെ പകുതി. മാക്സിമം സ്പീഡിന്റെ ഫോർമുല എന്താ? ഒമേഗ ഇൻറ്റു എ. ഒമേഗ ഇൻറ്റു എ ബൈ 2 ആയി മാറി എന്നാ പറയുന്നത്. വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ഒമേഗ ഇൻറ്റു, ശരിയാണോ, എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അതായത് എപ്പോഴാണോ സ്പീഡ് മാക്സിമം സ്പീഡിന്റെ പകുതിയാകുക ആ മൊമെന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ രണ്ട് വശത്തുനിന്നും ഓരോ ഒമേഗ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ ബൈ 4 ഈസ് ഈക്വൽ ടു റൂട്ട് പോയില്ലേ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നായി മാറും അല്ലെ. നമുക്ക് വൈ അല്ലേ വേണ്ടത്, വൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ വൈ സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 4 എന്നായില്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എ സ്ക്വയർ ബൈ 4 എന്നായില്ലേ. റൂട്ട് എടുത്ത് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് 3 ബൈ 2 ഇൻറ്റു എ എന്ന് വരും അല്ലേ. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് സ്മോൾ ലെറ്റർ ആയി എടുത്തു, അതുകൊണ്ട് സ്മോൾ ലെറ്റർ ആയി അവർ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ നോക്കിയേ, റൂട്ട് ഓഫ് എക്സ് ബൈ 2 ഇൻറ്റു എ. നമ്മുടെ കേസിൽ റൂട്ട് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് ആരാണ്? എക്സ് ഈസ് ഈക്വൽ ടു 3. നമ്മളോട് ചോദിച്ചത് എക്സിന്റെ വാല്യൂ എത്രയാണെന്നല്ലായിരുന്നോ? വാല്യൂ ഓഫ് എക്സ് ഈസ് 3. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ഓക്കെ അല്ലേ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6 പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താ നോക്കിയേ. ഓസിലേറ്റിംഗ് ഇൻ എയർ ഹാസ് ടൈം പീരിയഡ് ടി എന്ന് പറഞ്ഞാലേ അത് എന്താണെന്നുള്ളത് അടുത്ത സ്റ്റെപ്പിൽ കൂടുതൽ ക്ലാരിറ്റി പറയുന്നുണ്ട്. ബോബ് ഓഫ് പെൻഡുലം ഈസ് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ഇൻ എ നോൺ വിസ്കസ് ലിക്വിഡ്. ദ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഈസ് 1/16 ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി ബോബ്. ഇഫ് ദി ബോബ് ഈസ് ഇൻസൈഡ് ലിക്വിഡ് ഓൾ ദി ടൈം ദെൻ ഇറ്റ്സ് ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഇൻ ദി ലിക്വിഡ് ഈസ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു പെൻഡുലം ഉണ്ട്. അപ്പൊ ക്വസ്റ്റിന്റെ മീനിങ് ആക്ച്വലി ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു പെൻഡുലം ഉണ്ട്. ആ പെൻഡുലം ഇനീഷ്യലി എവിടെ ഓസിലേറ്റ് ചെയ്യുന്നു? എയറിൽ ഓസിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആദ്യം നമ്മുടെ കയ്യിൽ ഒരു പെൻഡുലം ഉണ്ട്. പെൻഡുലം എവിടെ ഓസിലേറ്റ് ചെയ്യുന്നു? എയറിൽ ഓസിലേറ്റ് ചെയ്യുന്നു എന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അങ്ങനെ മാത്രമേ പറയുന്നുള്ളെങ്കിൽ ഡാമ്പിംഗ് ഒന്നും കൺസിഡർ ചെയ്യരുത്. അപ്പൊ അതിന്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇതാണ് ടൈം പീരീഡിന്റെ എക്സ്പ്രഷൻ. ടി എന്ന് പറയുന്നുണ്ട് അല്ലെ, അന്നേരമുള്ള ടൈം പീരീഡ് ടി. ഇനി നമ്മളോട് പറയുവാണ് ഈ ബോബ്, പെൻഡുലത്തിന്റെ ബോബ് എവിടെ ഇമേഴ്സ് ചെയ്ത് വെച്ചു? ലിക്വിഡിനകത്ത് ഇമേഴ്സ് ചെയ്ത് വെച്ചു എന്നാ പറയുക അല്ലെ. പെൻഡുലത്തിന്റെ ബോബ് ലിക്വിഡിനകത്ത് ഇമേഴ്സ് ചെയ്ത് വെച്ചു. ഓക്കെ ആണോ? ഇനി ലിക്വിഡിനകത്ത് ഇമേഴ്സ് ചെയ്ത് വെച്ച് ഇനി ഇത് എന്ത് ലിക്വിഡ് ആണ്? നോൺ വിസ്കസ് ലിക്വിഡ് ആണ്. ഓക്കെ, അപ്പൊ ഡാമ്പിംഗ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ വെള്ളത്തിന് അകത്ത് കിടന്ന് ഇത് ഓസിലേറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ഉള്ള പുതിയ ടൈം പീരീഡ് എത്രയാണ് എന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത് അല്ലെ. ഇനി അതിനകത്തൊരു ഹിന്റ് ഉണ്ട്, ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. ഞാൻ ലിക്വിഡിന്റെ ഡെൻസിറ്റിയെ സിഗ്മ എന്ന് എടുക്കുവാണ് കേട്ടോ. ഇനി ബോബിന്റെ ഡെൻസിറ്റിയെ റോ എന്ന് എടുക്കുക. ബോബിന്റെ ഡെൻസിറ്റി എത്രയാണെന്ന് എടുക്കുവാണ്? റോ എന്ന് എടുക്കുവാണ്. ലിക്വിഡിന്റെ ഡെൻസിറ്റി എത്രയാണെന്ന് എടുക്കുവാണ്? സിഗ്മ എന്ന് എടുക്കുവാണ്. അപ്പൊ സിഗ്മ എത്രയാണെന്ന് പറയാം? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു റോ ബൈ 16 എന്നാ തരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലിക്വിഡിനകത്ത് പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഡയറക്റ്റ് ഫോർമുലയുണ്ട്. ആ ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡിനുള്ളിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, എന്താണ് ആ ഫോർമുല എന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, അതായത് ടി ഡാഷ് ഈസ് ഈക്വൽ ടു ലിക്വിഡിനകത്ത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് ആണ് ടി ഡാഷ് ഈസ് ഈക്വൽ ടു 2π into root of L divided by 1 minus sigma by rho into G എന്ന് വരും. ഇതാണ് എക്സ്പ്രഷൻ. That is T dash is equal to 2π into root of L divided by 1 minus sigma by rho. എന്താ sigma by rho വരിക നോക്കിക്കേ. sigma by rho can be written as 1/16. ശരിയല്ലേ? sigma by rho is equal to 1/16 into G. ഇതാണല്ലോ നമ്മുടെ എക്സ്പ്രഷൻ. That is T dash is equal to 2π into root of L divided by 16 minus 1, that is 15 divided by 16 എന്ന് വരും അല്ലേ. ഓക്കെ അല്ലേ. ഇവിടെ നമുക്ക് ഈ 16ന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 4 വരും അല്ലെ. 4 into 4 divided by root of 15 ഞാൻ മാറ്റിയെടുക്കുക. പിന്നെ ബാക്കി എന്താ ഉള്ളത് നോക്കിയാൽ പിന്നെ ഉള്ളത് ഒരു 2π into root of L by G എന്നുണ്ട് അല്ലെ. 2π into root of L by G. ഈ 2π into root of L by G ആയിരുന്നു ഇനീഷ്യലി ഉണ്ടായിരുന്ന ടൈം പീരീഡ് ആയ ടി. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ പറഞ്ഞ് എങ്ങനെയാണ് ആൻസർ എഴുതുക? ദാറ്റ് ഈസ് ടി ഡാഷ് ന്യൂ ടൈം പീരീഡ് ടി ഡാഷ് ഈസ് ഈക്വൽ ടു 4 into t divided by root of 15 എന്ന് എഴുതാം അല്ലെ. ദാറ്റ് ഈസ് 4 into t. ഓക്കെ, 4 into t into root of 15 എന്ന് വെച്ചാൽ root of 1/15. 1 അല്ലേ വരിക? 1/15. അപ്പൊ കറക്റ്റ് ആൻസർ എന്താ വന്നേക്കുന്നത് നോക്കിക്കേ. ഓപ്ഷൻ 3 ആണ് വന്നേക്കുന്നത്. ഓപ്ഷൻ സി ആണ് വന്നേക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 പോയാലോ. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇൻ എ സ്റ്റേഷനറി ലിഫ്റ്റ് ഈസ് ടി. അപ്പൊ ഒരു ലിഫ്റ്റിനകത്ത് പെൻഡുലം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലെ. ലിഫ്റ്റ് ആദ്യം എങ്ങനെയാണ്? ലിഫ്റ്റ് റെസ്റ്റ് നിൽക്കുവാണ്. അപ്പോൾ ലിഫ്റ്റിൽ ഒരു പെൻഡുലം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിന്റെ റൂഫിൽ ഒരു പെൻഡുലം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനീഷ്യലി ലിഫ്റ്റ് റെസ്റ്റിലാണ്. അപ്പൊ ഈ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് എത്രയാണെന്ന് പറയുന്നത്? ടി ആണ്. വിച്ച് മീൻസ് 2π into root of L by G. ഇതാണ് ടി എന്ന് പറയുന്നത്. ശരിയല്ലേ? അടുത്ത ഐഡിയ എന്നാ നോക്കിക്കേ. ലിഫ്റ്റ് ഈസ് ആക്സലറേറ്റ് വിത്ത് G/6 വെർട്ടിക്കലി അപ്വേർഡ്സ്. അടുത്ത മൊമെന്റിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ലിഫ്റ്റ് മുകളിലേക്ക് ഒരു ആക്സിലറേഷനോടെ മൂവ് ചെയ്യാൻ തുടങ്ങി.
മുകളിലേക്ക് ഒരു ആക്സലേഷനോടെ മൂവ് ചെയ്യാൻ തുടങ്ങി. ആക്സലേഷൻ എത്ര? g/6. അങ്ങനെയാണെങ്കിൽ ഈ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ എത്രയായി മാറും എന്നാണ് ചോദ്യം. ഇങ്ങനെ വരുന്ന കേസിൽ ലിഫ്റ്റ് മുകളിലേക്കാണ് ആക്സലേഷനോടെ മൂവ് ചെയ്യുന്നതെങ്കിൽ ടൈം പീരീഡിന്റെ എക്സ്പ്രഷൻ എന്താ വരിക? 2π × √L/g+a വരും. ഓക്കെ ആണോ? Then t dash can be written as 2π × L/g plus g/6 എന്നല്ലേ വരിക? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2π × L/ എത്ര വരിക? 6g plus g 7g 7g/6 6 മുകളിലോട്ട് വരില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു √6/7 × 2π × L/g എന്നായി മാറില്ലേ? 2π × L/g ആരായിരുന്നു? t അല്ലേ? സോ ഇറ്റ് ഈസ് ഈക്വൽ ടു √6/7 × t എന്ന് വരില്ലേ? √6/7 × t. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? അഗൈൻ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. 1/4 length of a spring of force constant k is cut away. ഒരു സ്പ്രിംഗ് ഉണ്ട്. ആ സ്പ്രിംഗിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് k അല്ലെ? സ്പ്രിംഗ് കോൺസ്റ്റന്റ് k ആണ്. ഓക്കെ, ആ സ്പ്രിംഗിനെ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ലെങ്തിന്റെ 1/4 കട്ട് ചെയ്തെടുത്ത് കളഞ്ഞു എന്നാ പറയാം. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മുടെ കയ്യിൽ ആക്ച്വലി ഒരു സ്പ്രിംഗ് ഉണ്ടായിരുന്നു. ആ സ്പ്രിംഗിന്റെ ഒറിജിനൽ ലെങ്ത് എല്ലാം കയറിക്കോ. അപ്പൊ അന്നേരം അതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് k യു ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആരാ? സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ലെങ്ത് നമ്മൾ മുറിച്ചു കളഞ്ഞു അല്ലെ? എത്രമാത്രം കളഞ്ഞു? 1/4 മുറിച്ചു കളഞ്ഞു. 1/4 മുറിച്ചു കളഞ്ഞാൽ പിന്നെ റിമൈനിങ് ആയിട്ടുള്ള ലെങ്ത് എത്രയേ ഉള്ളൂ? ഇപ്പൊ നമ്മുടെ സ്പ്രിംഗിന്റെ ലെങ്ത് എത്രയാന്ന് ചോദിച്ചാൽ 3/4 ഓഫ് L ഉള്ളൂ. ആദ്യം ഉണ്ടായിരുന്നതിനകത്ത് 1/4 മുറിച്ചു കളഞ്ഞു. അപ്പൊ ഇനിയിപ്പോ എത്രയേ ഉള്ളൂ? 3/4 ഓഫ് L ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ന്യൂ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. എന്താണ് ഐഡിയ എന്ന് പറയട്ടെ? ലെങ്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാ. അപ്പൊ ലെങ്ത് പകുതിയാകുവാണെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഇരട്ടിയാകും. കാരണം സ്പ്രിംഗ് കോൺസ്റ്റന്റും ലെങ്തും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ ലെങ്ത് പകുതിയായാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഡബിൾ ആകും. അപ്പൊ ലെങ്ത് 3/4 ആകുവാണെങ്കിൽ ലെങ്ത് 1/2 ആയാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് 2 ടൈംസ് ആകും. അങ്ങനെയാണെങ്കിൽ ലെങ്ത് 3/4 ആയാലോ സ്പ്രിംഗ് കോൺസ്റ്റന്റ് 4/3k ആയി മാറും. ഒരിക്കൽ കൂടി പറയാവേ, ലെങ്ത് 1/2 ആയാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് 2 ടൈംസ് ആയി മാറും. അപ്പൊ ലെങ്ത് 3/4 ആയാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് 4/3 ടൈംസ് ആയി മാറും. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വരില്ലേ? സോ ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് പോകാം. 9th ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് എഫക്ട് ഒക്കേഴ്സ് ഓൺ ദി ഫ്രീക്വൻസി ഓഫ് എ പെൻഡുലം ഇഫ് ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദ എർത്ത് സർഫസ് ടു ഡീപ് ഇൻ ടു എ മൈൻ? അതായത് എർത്തിന്റെ സർഫസിൽ ഇരുന്ന് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൻഡുലം, ആ പെൻഡുലത്തിനെ നമ്മൾ ഒരു മൈൻ ഉണ്ടാക്കി താഴത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് എ പെൻഡുലം ന്യൂ ഈസ് ഈക്വൽ ടു 1/t അല്ലേ? 1/t മീൻസ് 1/2π × √g/L അല്ലേ വരിക? ദാറ്റ് മീൻസ് ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു g. എർത്തിന്റെ സർഫസിൽ നിന്നും താഴേക്ക് ഇറങ്ങി പോകുന്നതനുസരിച്ച് ജിക്ക് എന്ത് സംഭവിക്കും? ജി ഡിക്രീസ് ചെയ്യും. ജി ഡിക്രീസ് ചെയ്താൽ ഫ്രീക്വൻസി എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോരെ. ക്വസ്റ്റ്യൻ നമ്പർ 10. വാട്ട് ഈസ് കോൺസ്റ്റന്റ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ താഴെ പറയുന്നതിൽ ഏതാണ് കോൺസ്റ്റന്റ് എന്നല്ലേ ചോദ്യം. ഓക്കെ, റീസ്റ്റോറിംഗ് ഫോഴ്സ്. എന്താ പിള്ളേരെ റീസ്റ്റോറിംഗ് ഫോഴ്സ്? F ഈസ് ഈക്വൽ ടു -kx. ഇതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. നമുക്ക് കാണുമ്പോഴേ അറിയാം ഡിസ്പ്ലേസ്മെന്റ് മാറും, അപ്പൊ ഫോഴ്സ് മാറും. ഫോഴ്സ് എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. അടുത്തത് കൈനറ്റിക് എനർജി. കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞായിരുന്നു കൈനറ്റിക് എനർജി ക്യാൻ ബി റിട്ടൺ ആസ് ½ k × a² - x² എന്ന് എഴുതാം. എക്സ് മാറുമ്പോൾ എന്ത് മാറും? കൈനറ്റിക് എനർജി മാറും. അപ്പൊ കോൺസ്റ്റന്റ് അല്ല. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല കുറച്ചു മുമ്പേ എഴുതിയായിരുന്നു. എത്രയാണ്? ½ k × x² എന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് മാറുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാറും. കോൺസ്റ്റന്റ് അല്ല. ഇനി ഒരു ഓസിലേഷനെ സംബന്ധിച്ച് ആ ഓസിലേഷന്റെ ടൈം പീരീഡ് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ എപ്പോഴും ഒരേ ടൈം പീരീഡ് തന്നെയാണ് ഓസിലേറ്റ് ചെയ്യുക. ഒരു ഓസിലേഷൻ എത്ര സമയം വേണോ അത് വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 5 ഓസിലേഷനുള്ള സമയം കിട്ടും. അതായത് ടൈം പീരീഡ് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ഓക്കെ, അപ്പം മാറാൻ നിൽക്കുന്ന ക്വാണ്ടിറ്റി ഓപ്ഷൻ ഡി ടൈം പീരീഡ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് വന്നാലോ. ക്വസ്റ്റ്യൻ നമ്പർ 11 ഇതാണ്. സിമ്പിൾ പെൻഡുലം ഈസ് മെയ്ഡ് ഓഫ് എ ബോഡി വിച്ച് ഈസ് എ ഹോളോ സ്പിയർ കണ്ടെയ്നിങ് മെർക്കുറി സസ്പെൻഡഡ് ബൈ മീൻസ് ഓഫ് എ വയർ. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പെൻഡുലം ഉണ്ട്. പെൻഡുലത്തിനകത്ത് എന്താ ഉള്ളത്? ഒരു ബോബായിട്ട് എന്താ എടുത്തേക്കുന്നത്? ഒരു ചെറിയ സ്പിയർ ഉണ്ട്. ഹോളോ സ്പിയർ ആയിരുന്നു. ആ ഹോളോ സ്പിയറിനകത്ത് നിറയെ നമ്മൾ എന്ത് ഒഴിച്ചിട്ടുണ്ട്? മെർക്കുറി ഒഴിച്ചിട്ടുണ്ട് എന്നാണ് പറയാം. ഇനി അപ്പൊ എന്നിട്ട് നമുക്ക് ഈ പെൻഡുലം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാം. നിറയെ മെർക്കുറി ഒഴിച്ചു വെച്ചിട്ട് പെൻഡുലം ഓസിലേറ്റ് ചെയ്യാം. ഇഫ് എ ലിറ്റിൽ മെർക്കുറി ഈസ് ഡ്രെയിൻഡ് ഓഫ്, കുറച്ച് മെർക്കുറി നമ്മൾ അതിനകത്തുനിന്ന് ഒരു ചെറിയ ഓപ്പണിംഗ് ഇട്ട് കുറച്ച് മെർക്കുറി കളഞ്ഞു. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കുക? അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡിന് എന്ത് മാറ്റം ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ? ടൈം പീരീഡിന് എന്ത് മാറ്റം ഉണ്ടാകും? അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാലേ, ആദ്യം നിറയെ വെള്ളമുണ്ട്.
ഓക്കെ, ഈ ടൈം പീരീഡിന്റെ ഫോർമുല പെൻഡുലത്തിന്റെ കേസിൽ 2π × √L/g ആണല്ലേ. എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യം പറയട്ടെ, ഈ L എന്ന് പറഞ്ഞാൽ പെൻഡുലത്തിന്റെ ലെങ്ത് ആണെന്നൊക്കെ പറയും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, പെൻഡുലത്തിന്റെ ലെങ്ത് എവിടെ വരെയാ മെഷർ ചെയ്യാന്നറിയോ? പെൻഡുലത്തിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുക പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ ഈ സെന്റർ ഓഫ് മാസ് വരെ മെഷർ ചെയ്യുക. ഈ ദൂരമാണ് നമ്മളെ ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുക, ശരിയല്ലേ? അപ്പൊ നിറയെ വെള്ളമുള്ള സമയത്ത് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സെന്റർ വരും. ഇനി അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം പുറത്തേക്ക് ഒഴുകി കളഞ്ഞു കഴിഞ്ഞാൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ അല്പം കൂടി താഴത്തേക്ക് വരും. സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ അല്പം കൂടി താഴത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കുറച്ചുകൂടെ താഴത്തേക്ക് വന്നെന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ലെങ്ത് ഓഫ് ദി പെൻഡുലം ഇൻക്രീസ് ചെയ്താൽ ടൈം പീരീഡ് എന്ത് ചെയ്യും? ടൈം പീരീഡ് ഓൾസോ ഇൻക്രീസസ്. കാരണം T is directly proportional to √L ആണല്ലേ. സോ കറക്റ്റ് ആൻസർ ടൈം പീരീഡ് ഇൻക്രീസസ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. Which of the following relationship between the acceleration and the displacement x of a particle involves in simple harmonic motion? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനകത്തെ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ എന്ത് റിലേഷൻ ഉള്ളതാണ് ചോദ്യം അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണോ? ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് ഓഫ് അല്ലെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നല്ലേ വരിക? അങ്ങനെയുള്ള ഏതെങ്കിലും ഫോർമുല ഉണ്ടോ? ഇവിടെ എന്തല്ല? മൈനസ് ഇല്ല. ഇവിടെയും എന്തില്ല? മൈനസ് ഇല്ല. മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്ക്വയറും ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താണ്? എ ഈസ് പ്രൊപ്പോർഷണൽ ടു -x വരും. ഇടയ്ക്ക് വന്നത് കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 13. When sound waves travels from air to water, which of the following remains constant? അതായത് സൗണ്ട് എവിടുന്ന് എങ്ങോട്ട് പോയെന്നാ പറയുന്നത് നോക്കിക്കേ. എയറിൽ നിന്നും വാട്ടറിലേക്ക് പോയെന്നാ പറയാ. സൗണ്ട് എയറിൽ നിൽക്കുമായിരുന്നു, പിന്നെ ഇപ്പൊ എങ്ങോട്ട് പോയി? വാട്ടറിലേക്ക് പോയി. അപ്പൊ സൗണ്ട് എയറിൽ കൂടിയും ട്രാവൽ ചെയ്യും, വാട്ടറിൽ കൂടിയും ട്രാവൽ ചെയ്യും. എയറിൽ നിന്നും വാട്ടറിലേക്ക് എന്ത് ചെയ്യുമ്പം താഴെ പറയുന്നതിൽ എന്താ മാറാതെ നിൽക്കാന്ന ചോദ്യം. മീഡിയം മാറിയാൽ എന്ത് മാറും? വെലോസിറ്റി മാറും. അപ്പൊ വെലോസിറ്റി മാറാതെ നിൽക്കില്ല. ഇനി അടുത്തത് ഫ്രീക്വൻസി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സൗണ്ട് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്കൊക്കെ പോകുമ്പോൾ ആര് മാറും? വെലോസിറ്റി മാറും. പിന്നെ ആര് മാറും എന്നറിയാവോ? വേവ് ലെന്ത് മാറും. വേവ് ലെന്തും മാറും, വെലോസിറ്റി മാറും. മാറാതെ നിൽക്കുന്ന ക്വാണ്ടിറ്റി ഫ്രീക്വൻസിയാ. ഫ്രീക്വൻസി എപ്പോഴും സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സൗണ്ട് ആണെങ്കിൽ, ഞാൻ സംസാരിച്ചപ്പോൾ ഉണ്ടായ സൗണ്ട് ആണെങ്കിൽ ആ സൗണ്ട് എയറിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഫ്രീക്വൻസിയാ. അതേ സൗണ്ട് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അന്നേരവും ഫ്രീക്വൻസി സെയിമാ. ഞാൻ എന്റെ സൗണ്ടിന്റെ ഫ്രീക്വൻസി മാറ്റിയെങ്കിൽ മാത്രമേ അടുത്ത തവണ ഫ്രീക്വൻസി മാറുള്ളൂ. ഫ്രീക്വൻസി എപ്പോഴും സോഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടറാ. മീഡിയം മാറുമ്പോൾ എന്ത് മാറില്ല? ഫ്രീക്വൻസി മാറില്ല. അപ്പൊ ഇവിടെ മാറാതെ നിൽക്കുന്ന ഒരേ ഒരു ക്വാണ്ടിറ്റി ആരാണ്? ഫ്രീക്വൻസി. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോരെ. ക്വസ്റ്റ്യൻ നമ്പർ 14. വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് മാക്സിമം ഇൻ. ഞാൻ പറഞ്ഞു സൗണ്ടിന് എവിടെ കൂടെയൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും? എയറിൽ കൂടി ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന എയറിൽ കൂടെ ട്രാവൽ ചെയ്യുന്നല്ലേ. പിന്നെ ഇതിലെ കൂടെ ട്രാവൽ ചെയ്യാം, ലിക്വിഡിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. അതാണ് സോണാർ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സമുദ്രത്തിന്റെ ഒക്കെ ആഴം കണ്ടുപിടിക്കാനായിട്ട് സൗണ്ടിന് വാട്ടറിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ അതാ സോളിഡിൽ കൂടി ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ടേബിളിലൊക്കെ നോക്കിയതിന് ശേഷം ചെവി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നത് എവിടുന്ന് വരുന്ന സൗണ്ടാ? ടേബിളിൽ കൂടി ട്രാവൽ ചെയ്ത് വരുന്ന സൗണ്ട് അല്ലേ? ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് എവിടെയാ? സോളിഡിൽ കൂടിയാണ് ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുക അല്ലെ? ഇനി നിങ്ങൾക്കറിയാം സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത സ്ഥലം ഏതാണ്? വാക്വത്തിൽ കൂടി ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ വാക്വത്തിൽ കൂടി ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും സ്പീഡുള്ള സ്ഥലം ഏതാണെന്നാ പറഞ്ഞത്? സോളിഡ് അല്ലേ? അപ്പൊ തന്നേക്കുന്നതിനകത്ത് സ്റ്റീലിൽ കൂടിയാണ് മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റുക. ഓക്കെ അല്ലേ? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15ലേക്ക് പോകാം. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ലാപ്ലേസ് കറക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഒരു ഫോർമുല ഉണ്ട്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ V ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ ഇൻറ്റു P/ρ. ഓർമ്മയുണ്ടോ? ഈ ഗാമ എന്ന് പറഞ്ഞാൽ ആരാ? ഗാമ മീൻസ് ഗാമ എന്ന് പറഞ്ഞാൽ CP/CV. അപ്പൊ CP ആരാ? CV ഏതെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, P പ്രഷർ, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഒരു കാര്യം പറയാവുന്ന ഒരു കാര്യം, ഇത് ഗ്യാസ് അല്ലെങ്കിൽ എയർ നമ്മൾ ഐഡിയൽ ഗ്യാസ് പോലെ അസ്യൂം ചെയ്യുവാണെങ്കിൽ PV ക്യാൻ ബി റിട്ടൺ ആസ് RT. എന്ന് ഞാൻ 1 ആയിട്ട് എടുക്കുവാണ്, 1 മോള്. അപ്പൊ PV is equal to RT. സോ P ക്യാൻ ബി റിട്ടൺ ആസ് RT/V. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആ വെലോസിറ്റിയുടെ ഫോർമുല എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ ബൈ റോ ഇൻറ്റു പിയുടെ സ്ഥാനത്ത് RT/V എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റോ ഇൻറ്റു V എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണല്ലേ. ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്താണ്? മാസായി മാറും. സോ V ക്യാൻ ബി റിട്ടൺ ആസ് റൂട്ട് ഓഫ് ഗാമ ഇൻറ്റു RT/M എന്ന് എഴുതാമല്ലോ. ഉറപ്പല്ലേ? ഓക്കെ, അപ്പൊ ഇത് മോളാർ മാസ്, ഇത് ഗാമ, ഇത് R. ഇത്രയും ടൈം എന്താ? കോൺസ്റ്റന്റ് അല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് T ആണല്ലോ. അപ്പൊ നമുക്ക് പറയാം സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ എന്ന് പറയുന്നത് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അപ്പൊ ഫസ്റ്റ് വൺ കറക്റ്റ് ആണ്. ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, സെക്കൻഡ് വൺ റോങ് ആണ്. ഓക്കെ, ഇനി പ്രഷറിന്റെ കേസ് ഒന്ന് ഞാൻ പറയാം കേട്ടോ. പ്രഷർ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഞാനൊരു കണ്ടെയ്നറിനകത്ത് ഗ്യാസ് എടുത്ത് വെച്ചെന്ന് എഴുതിയ, ഒരു കണ്ടെയ്നറിനകത്ത് ഓക്സിജൻ എടുത്ത് വെക്കാന്ന് എഴുതിയ. ഓക്കെ, ഓക്സിജൻ നമുക്കറിയാം ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. അപ്പൊ ഗാമ നമുക്കറിയാം.
ഓക്കെ, ഓക്സിജൻ നമ്മൾ ഇതിനകത്ത് എടുത്ത് വെച്ചു. ഇനി ഞാൻ പ്രഷർ ആദ്യം ഇതിനകത്തുള്ള സൗണ്ട് ട്രാവൽ ചെയ്യിപ്പിച്ചു. ഓക്കെ, സൗണ്ട് ട്രാവൽ ചെയ്യിച്ചു, ഞാൻ വെലോസിറ്റി മെഷർ ചെയ്തു. ഇനി അടുത്ത കേസിൽ എനിക്ക് പ്രഷർ കൂട്ടണം. ഇതിന്റെ പ്രഷർ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രഷർ കൂട്ടണമെങ്കിൽ വോളിയം കുറയ്ക്കേണ്ടി വരും. വോളിയം കുറച്ചു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും പിള്ളേരെ? ഡെൻസിറ്റി എന്ത് സംഭവിക്കും? കൂടും. നമ്മൾ പ്രഷർ ഇപ്പൊ ഇരട്ടിയാക്കി കഴിഞ്ഞാൽ ഡെൻസിറ്റിയും എന്താവും? ഇരട്ടിയാവും. പ്രഷർ ഞാൻ 2 ടൈംസ് ആക്കിയാൽ ഡെൻസിറ്റിയും 2 ടൈംസ് ആകും. അപ്പൊ ഈ 2 കൂടെ ക്യാൻസൽ ആയി പോയിട്ട് വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് ഉണ്ടാകില്ല. അതായത് പി ബൈ റോ ഈസ് ഓൾവേസ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. പി 3 ടൈംസ് ആക്കിയാൽ റോയും 3 ടൈംസ് ആവും. അപ്പൊ പി ബൈ റോ എന്താവും? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതായത് പി ബൈ റോ ഓൾവേസ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അതുകൊണ്ട് വെലോസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. പ്രഷർ കൂട്ടിയാൽ ആരാ മാറുക? ഡെൻസിറ്റി മാറും. അതുകൊണ്ട് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്തെന്ന് പറയാം? പ്രഷർ എന്ന് പറയാം. അങ്ങനെ ഓപ്ഷൻ നോക്കിയേ, വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ടല്ലോ. ഓപ്ഷൻ 4 ആണല്ലേ. അപ്പൊ ഏതാ വരിക? only 1 and 4 ആർ കറക്റ്റ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് വരുവാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 16. The equation of a wave is given by y equal to 2 into sin. ഞാൻ ആ പുറത്ത് കിടക്കുന്ന പയ്യെ അകത്തോട്ട് കൊണ്ടുപോട്ടെ. ഈ 0.5 എന്ന് പറഞ്ഞാൽ ആരാ? 1/2 അല്ലേ? അപ്പോൾ നമുക്ക് ആ പൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ π/2 അല്ലേ? ഇൻറ്റു എക്സ്. ഓക്കെ അല്ലേ? മൈനസ് 200 ഇൻറ്റു പൈ അല്ലേ? ഇൻറ്റു ടി ഇങ്ങനെ വരും അല്ലേ? ഇത് ഏത് ഫോമിലുള്ള ഫോർമുല എന്നറിയാമോ? y ഈക്വൽ ടു a ഇൻറ്റു സൈൻ kx മൈനസ് ഒമേഗ ടി. ഇത് ഒരു ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ ആണല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ആരെ കിട്ടി? ഒമേഗ കിട്ടി. ഒമേഗ ആരാ നോക്കിക്കേ? ഒമേഗ ഇസ് ഈക്വൽ ടു 200 പൈ. ഇനി കെ എത്രയാ നോക്കിക്കേ? കെ ഇസ് ഈക്വൽ ടു π/2 ആണല്ലോ. ഇത്രയും വില കിട്ടി. ഓക്കെ, ഇനി പറഞ്ഞേക്കുന്നത് എക്സും വൈയും ഒക്കെ സെന്റിമീറ്ററിലാണ്, ടി സെക്കൻഡിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ വേവ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എത്രയാണെന്ന് വെച്ചിരിക്കുന്നത് അല്ലേ? വേവ് വെലോസിറ്റിയുടെ ഫോർമുല എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒമേഗ ബൈ കെ. എന്താണ് വേവ് വെലോസിറ്റി? ഒമേഗ ബൈ കെ. ഒമേഗ എത്ര? 200 ഇൻറ്റു പൈ. ശരിയല്ലേ? കെ എത്രയാന്ന് പറഞ്ഞേ? π/2. 2 മോളി വന്നില്ലേ? പൈ ക്യാൻസൽ ആയി പോയില്ലേ? അപ്പൊ എത്രയാ വന്നേ? 400 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. കാരണം ഇവിടെ ലെങ്ത് സെന്റിമീറ്ററിലാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോരെ. ക്വസ്റ്റ്യൻ നമ്പർ 17. The temperature at which the speed of sound in air becomes double of its value at 27 degrees Celsius. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം എന്താ? വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടി. ഇങ്ങനെ ടി എഴുതിയാൽ ഈ ടെമ്പറേച്ചർ ഏത് യൂണിറ്റിലായിരിക്കണം? കെൽവിൻ സ്കെയിലായിരിക്കണം അല്ലേ? സോ V1 ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് T1 ആൻഡ് V2 ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് T2. ശരിയല്ലേ? നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? V2 ഡിവൈഡ് ബൈ V1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T2 ഡിവൈഡ് ബൈ T1 എന്ന് പറഞ്ഞൂടെ? ഓക്കെ, നമ്മളോട് പറഞ്ഞേക്കുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ആദ്യമുള്ള ടെമ്പറേച്ചർ എന്ന് പറയാം അല്ലേ? അപ്പൊ T1 എന്ന് പറഞ്ഞാൽ 27ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യേണ്ടി വരും? 273 ആഡ് ചെയ്യണം. എന്തിനു വേണ്ടി? കെൽവിനിലേക്ക് മാറ്റാൻ. അപ്പൊ എത്ര? 300 കെൽവിൻ എന്ന് വരും. അപ്പൊ ആദ്യമുള്ള ടെമ്പറേച്ചർ 300 കെൽവിൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ആദ്യമുള്ള വെലോസിറ്റി ഞാൻ വീന്ന് എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ വെലോസിറ്റി എത്രയായി മാറണം എന്നാ പറയുന്നത്? പുതിയ വെലോസിറ്റി ഇരട്ടിയായി മാറണം. അങ്ങനെയെങ്കിൽ പുതിയ ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം അല്ലേ? അപ്പൊ V2 എന്ന് പറഞ്ഞാൽ 2 ടൈംസ് V ആയി മാറണം. V1 എത്ര? V. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് T2 ഡിവൈഡ് ബൈ ഇനീഷ്യൽ വെലോസിറ്റി, സോറി ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയാണ് കിട്ടിയത്? 300 എന്ന് വരും അല്ലേ? അപ്പൊ വിയും വിയുടെ ക്യാൻസൽ ആയി പോയില്ലേ? ജസ്റ്റ് ഒന്ന് സ്കോർ ചെയ്തേ പിള്ളേരെ. അപ്പൊ എന്തായി? 4 ഈസ് ഈക്വൽ ടു T2 ഡിവൈഡ് ബൈ 300 ഇങ്ങനെയല്ലേ വരിക? ഓക്കെ, അങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് T2 ഈസ് ഈക്വൽ ടു എത്ര? 1200 എന്നല്ലേ വരിക? ഈ കിട്ടിയിരിക്കുന്ന എത്രയാണ്? കെൽവിൻ സ്കെയിലാണ്. ഓപ്ഷൻസ് നോക്കിക്കുക, ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പൊ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണമെങ്കിൽ എത്ര കുറയ്ക്കണം? 273 കുറയ്ക്കണം അല്ലെ? 200 കുറച്ചാൽ എത്രയായി? 200 കുറച്ച് കഴിഞ്ഞാൽ 1000 ആയി. 1000 നിന്ന് വീണ്ടും എത്ര കുറയ്ക്കണം? 73 കുറയ്ക്കണം. അപ്പൊ എത്ര വരും? 927 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും. അപ്പൊ ഏതാ ആൻസർ? ഓപ്ഷൻ സി അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോരെ. ക്വസ്റ്റ്യൻ നമ്പർ 18. ഓക്കെ, the intensity ratio of two waves is 1:16. ഇന്റൻസിറ്റിയുടെ റേഷ്യോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഓർക്കുക, ഒരു വേവിനെ സംബന്ധിച്ച് ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ആണ്. മറക്കരുത്, ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇന്റൻസിറ്റിയുടെ റേഷ്യോ ദാറ്റ് ഈസ് I1 by I2. I1 by I2 ക്യാൻ ബി റിട്ടൺ ആസ് A1 by A2 ഓൾ സ്ക്വയർ. ശരിയാണോ നോക്കിക്കേ? I1 by I2 എത്രയാണ്? 1/16. 1/16 ഈസ് ഈക്വൽ ടു A1 by A2 ഓൾ സ്ക്വയർ എന്നല്ലേ വരിക? നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് എന്നല്ലേ? അപ്പൊ രണ്ട് വശം ഒന്ന് റൂട്ട് എടുത്തേ. അപ്പൊ A1 by A2 എത്ര വരും എന്ന് പറഞ്ഞേ? 1/4. അപ്പൊ എന്താണ് A1 is to A2 എന്ന് പറഞ്ഞാൽ 1:4. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകെ. ക്വസ്റ്റ്യൻ നമ്പർ 19. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 19? If two tuning forks A and B are sounded together, they produce 4 beats per second. ഓക്കെ, രണ്ട് ട്യൂണിംഗ് ഫോർക്ക് കൊണ്ട് രണ്ട് ഒരുമിച്ച് നമ്മുടെ സൗണ്ട് ചെയ്യുവാണ്. ഓക്കെ, രണ്ട് ട്യൂണിംഗ് ഫോർക്കുകൾ ഒരുമിച്ച് സൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആക്ച്വലി സംഭവിക്കുക? അടുത്തടുത്ത ഫ്രീക്വൻസി ആണെങ്കിൽ നമ്മൾ ബീറ്റ് കേൾക്കുമെന്നാണ് പറയുക അല്ലെ? ബീറ്റ് കേൾക്കുമെന്നാണ് പറയുക. അപ്പൊ ബീറ്റ് ഫ്രീക്വൻസി എത്ര? 4 beats per second. 4 beats per second മീൻസ് ബീറ്റ് ഫ്രീക്വൻസി. ഞാൻ ബീറ്റ് ഫ്രീക്വൻസി എന്ന് റെപ്രസെന്റ് ചെയ്യുവാണ്. അതെത്ര? 4 beat per second അല്ലെങ്കിൽ 4 ഹെഡ്സ് എന്ന് പറയാം. ഓക്കെ,
എങ്ങനെയാണ് നമ്മൾ ബീറ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക? ആ രണ്ട് ഫ്രീക്വൻസികൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ ന്യൂ എ മൈനസ് ന്യൂ ബി, ഒന്നാമത്തെ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി ന്യൂ എ, രണ്ടാമത്തെ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി ന്യൂ ബി, ഇവരുടെ ഡിഫറൻസ് ആണ് 4 എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇതിൽ ന്യൂ എ ആണോ ന്യൂ ബി ആണോ വലുതെന്ന് നമുക്കറിയില്ല, ഡിഫറൻസ് ആണ് 4 എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ന്യൂ എ മൈനസ് ന്യൂ ബി 4 ആവാൻ സാധ്യതയുണ്ട്, അതുപോലെ ന്യൂ ബി മൈനസ് ന്യൂ എയും എന്താവാൻ സാധ്യതയുണ്ട്? 4 ആവാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ ന്യൂ എ മൈനസ് ന്യൂ ബി 4 ആവാം, അതുപോലെ ന്യൂ ബി മൈനസ് ന്യൂ എയും എന്താവാം? 4 ആവാം. അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഐഡിയ ആണ് അടുത്ത് പറയുന്നത് അല്ലെ. അടുത്ത ഐഡിയ എന്താണെന്ന് വെച്ചാൽ then A is slightly loaded with wax എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറയുന്ന ട്യൂണിംഗ് ഫോർക്കിലേക്ക് നമ്മൾ കുറച്ച് വാക്സ് ആഡ് ചെയ്തു. അങ്ങനെ പറയുമ്പോൾ പ്രത്യേകം ഓർക്കണേ, വാക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്യൂണിംഗ് ഫോർക്കിലേക്ക് വാക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാം? ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി കുറയും. വാക്സ് ആഡ് ചെയ്തെന്ന് എവിടെയെങ്കിലും കണ്ടാൽ ഓർക്കുക, ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി കുറയും. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് വന്നത് നോക്കിക്കേ, എയുടെ ഫ്രീക്വൻസി നമ്മൾ കുറച്ചു. എയുടെ ഫ്രീക്വൻസി കുറച്ചാൽ ഫസ്റ്റ് ഇക്വേഷൻ ആണ് കറക്റ്റ് എങ്കിൽ എ ആണ് വലുത്. അപ്പൊ എയുടെ ഫ്രീക്വൻസി കുറച്ചാൽ ബീറ്റ് ഫ്രീക്വൻസിയും കുറഞ്ഞു പോകണം. ഇനി സെക്കൻഡ് ഇക്വേഷൻ ആയിരുന്നു വലുത് കറക്റ്റ് എങ്കിൽ എയുടെ ഫ്രീക്വൻസി കുറച്ചാൽ ഈ ബീറ്റ് ഫ്രീക്വൻസി കൂടേണ്ടിയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ വാക്സ് ആഡ് ചെയ്തതിനു ശേഷം വീണ്ടും രണ്ടുപേരുടെ ഒരുമിച്ച് സൗണ്ട് ചെയ്തപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി 4 നിന്നും 2 ആയി മാറി. എന്ന് പറഞ്ഞാൽ എയുടെ ഫ്രീക്വൻസി കുറച്ചതിന് ശേഷം ഒരുമിച്ച് സൗണ്ട് ചെയ്തപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി കുറഞ്ഞില്ലേ? ബീറ്റ് ഫ്രീക്വൻസി കുറയണമെങ്കിൽ ഏത് ഇക്വേഷൻ ആയിരിക്കണം കറക്റ്റ്? ഫസ്റ്റ് ഇക്വേഷൻ ആയിരിക്കണം കറക്റ്റ്. സോ നമുക്ക് എഴുതാം ന്യൂ എ മൈനസ് ന്യൂ ബി ഈസ് ഈക്വൽ ടു 4. ഇതാണ് കറക്റ്റ് എന്ന് പറയാം അല്ലെ. ഇതിനകത്ത് ന്യൂ എ എത്ര? 256 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ന്യൂ ബി എത്രയാണെന്നാണ് ചോദ്യം അല്ലെ. സോ ന്യൂ ബി ക്യാൻ ബി റിട്ടൺ ആസ് ന്യൂ എ മൈനസ് 4 എന്നെഴുതി കൂടെ. ന്യൂ എ എത്ര? 256 മൈനസ് 4 എത്ര വരും? 252 ഹെഡ്സ് എന്ന് വരും അല്ലെ. 252 ഹെഡ്സ്. ഏതാ ഓപ്ഷൻ നോക്കിക്കേ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 20. Okay, question number 20 എന്താണ്? 2 tuning forks of frequency 256 hertz and 258 hertz vibrations per second എന്ന് വെച്ചാൽ അത് ഹെഡ്സ് എന്ന് പറഞ്ഞ ഐഡിയ ആണ് കേട്ടോ. ഒരു ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി 256 ഹെഡ്സും അടുത്ത ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി 258 ഹെഡ്സുമാണ്. ആർ സൗണ്ടഡ് ടുഗദർ. അപ്പൊ അടുത്തടുത്ത ഫ്രീക്വൻസിയുള്ള രണ്ട് സൗണ്ടുകൾ ഒരുമിച്ച് കേട്ടാൽ എന്തുണ്ടാവും? ബീറ്റ് ഉണ്ടാവും. ബീറ്റ് ഫ്രീക്വൻസി എത്ര നോക്കിക്കേ. ബീറ്റ് ഫ്രീക്വൻസി എത്ര എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഡിഫറൻസ് അല്ലേ, ഒന്ന് 258 ആണ്, അതിൽ നമുക്ക് 256 കുറയ്ക്കാം. അപ്പൊ ബീറ്റ് ഫ്രീക്വൻസി എത്ര വരും? 2 ഹെഡ്സ് എന്ന് വരും അല്ലെ. ബീറ്റ് ഫ്രീക്വൻസി 2 ഹെഡ്സ് എന്ന് വരും. ഇനി അടുത്ത ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് അങ്ങനെയാണെങ്കിൽ ടൈം ഇന്റർവൽ ബിറ്റ്വീൻ സക്സസീവ് മാക്സിമ ഹേർഡ് ബൈ ദി ഒബ്സർവർ. ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്ത ഫ്രീക്വൻസിയുള്ള രണ്ട് സൗണ്ടുകൾ നമ്മൾ ഒരേ സമയത്ത് കേൾക്കുവാണെങ്കിൽ ഇടയ്ക്കൊരു മാക്സിമം ഇന്റൻസിറ്റിയും ഇടയ്ക്കൊരു മിനിമം ഇന്റൻസിറ്റിയും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു മാക്സിമം ഒരു മിനിമം കൂടെ ചേർന്നാണ് ഒരു ബീറ്റ് എന്ന് പറയുക. ഒരു മാക്സിമവും അടുത്ത മാക്സിമം തമ്മിലുള്ള ടൈം ഇന്റർവൽ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം അടുത്ത മാക്സിമം തമ്മിലുള്ള ടൈം ഇന്റർവൽ എന്ന് പറഞ്ഞാൽ ബീറ്റ് ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ആണ്. എന്ന് പറഞ്ഞാൽ എത്ര? 1/2. എന്ന് പറഞ്ഞാൽ എത്ര? 0.5 ഹെഡ്സ് എന്ന് വരും. ഓക്കെ, സോറി 0.5 സെക്കൻഡ്സ് എന്ന് വരും. 0.5 സെക്കൻഡ്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. ഓക്കെ, the distance between nearest node and antinode in a stationary wave, standing wave അഥവാ സ്റ്റേഷനറി വേവിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഞാനിപ്പോൾ ഒരു സ്ട്രിങ്ങിൽ സ്റ്റേഷനറി വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെറിയ എക്സാമ്പിൾ കാണിക്കാം. ഇതൊരു സ്ട്രിങ്ങിൽ ഒരു സ്റ്റേഷനറി വേവ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഒരു നോഡും ആന്റിനോഡും തമ്മിലുള്ള അകലം എത്രയാണെന്നല്ലേ. ഇതാണ് ഒരു നോഡ്, ഇത് ഒരു ആന്റിനോഡ് അല്ലെ. ഒരു നോഡും ആന്റിനോഡും തമ്മിലുള്ള അകലം എല്ലാവരും പഠിക്കുന്നതാണ്. എത്രയാണ്? λ/4 അല്ലെ. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. Standing waves are produced in a 10 meter long stretched string. 10 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ്, ആ സ്ട്രിങ് സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, അവന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 10 മീറ്റർ. അതിൽ നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? സ്റ്റാൻഡിംഗ് വേവ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ലെങ്ത് എത്ര? 10 മീറ്റർ ഉണ്ട്. സ്റ്റാൻഡിംഗ് വേവ് ഉണ്ടായി. സ്റ്റാൻഡിംഗ് വേവ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ടായി. ഓക്കെ അല്ലേ. സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ആയിട്ട് തന്നെ ഞാൻ വരച്ചു വെക്കാം. ഇങ്ങനെ ഉണ്ടായി. അതിനകത്ത് പ്രത്യേകം പറയുവാണ് എത്ര സെഗ്മെന്റ്സ് ഉണ്ട്? 5 സെഗ്മെന്റ് ഉണ്ട്. ഇത് ഇങ്ങനെ ഒരെണ്ണമാണ് ഒരു സെഗ്മെന്റ് എന്ന് പറയാം. നോക്കിക്കേ, ഇപ്പൊ ഞാൻ വരച്ചേക്കുന്നതിനകത്ത് എത്ര ഉണ്ട്? 1 2 3 4 5 6 6 വരച്ചത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ക്വസ്റ്റ്യൻ പോലെ ചെയ്യാൻ വേണ്ടി ഒരെണ്ണം അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ അല്ലേ. അപ്പൊ 1 2 3 4 5 സെഗ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സെഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ λ/2 ആട്ടോ. ഒരു സെഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? λ/2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5 × λ/2 ആണ് ആര്? ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് 10 എന്ന് വരിക അല്ലെ. അപ്പൊ λ/2 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 5 λ എന്ന് പറഞ്ഞാൽ എത്ര വരും? 20 വരും അല്ലെ. അപ്പൊ λ എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 വരും, അതായത് 4 മീറ്റർ എന്ന് വരും. അപ്പൊ λ 4 മീറ്റർ ആണ്. അടുത്തത് വേവ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എത്ര? വേവ് വെലോസിറ്റി v = 20 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ വേവ് വെലോസിറ്റി അറിയാം, λ അറിയാം. അങ്ങനെയാണ് ഫ്രീക്വൻസി എന്താ? ഫ്രീക്വൻസി ന്യൂ = v/λ എന്ന് എഴുതി കൂടെ. v = 20, λ എത്ര? λ 4. അപ്പൊ എത്രയാ ഫ്രീക്വൻസി വരിക? 5 ഹെഡ്സ് എന്ന് വരും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി വരും. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. Doppler shift in a frequency does not depend upon Doppler shift അഥവാ Doppler shift എന്ന് പറഞ്ഞാൽ എന്താ?
സോഴ്സിന്റെയോ ഒബ്സർവറിന്റെയോ റിലേറ്റീവ് മോഷൻ കാരണം നമ്മളൊരു സൗണ്ടിന്റെ ഫ്രീക്വൻസി കൂടിയതായിട്ടോ കുറഞ്ഞതായിട്ടോ കേൾക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക, ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയുക, അല്ലെ ഡോപ്ലർ എഫക്ട് എന്ന് പറയുക. ഈ ഡോപ്ലർ എഫക്റ്റിന്റെ ഫോർമുല എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല നമുക്കറിയാം, ഒബ്സർവറും സോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. It is independent of distance from source and observer. So correct answer option D വരും അല്ലേ? അടുത്ത question number 24. A whistle giving out 450 hertz approaches a stationary observer. അപ്പോൾ ഇവിടെ ഒരു ഒബ്സർവർ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ, ഒബ്സർവർ റെസ്റ്റിൽ നിൽക്കുവാണ്. ഈ ഒബ്സർവറിന്റെ അടുത്തേക്ക് ആര് വരുന്നു? ഒരു സോഴ്സ് വരുന്നു. ഓക്കെ, ഒരു സോഴ്സ് അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, സോഴ്സ് അപ്രോച്ച് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണെന്നാ പറയുന്നത്? 33 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയോടെ സോഴ്സ് അടുത്തേക്ക് വരുന്നു. സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഒറിജിനൽ ഫ്രീക്വൻസി എത്രയാന്ന് നോക്കിക്കേ, 450 ഹെഡ്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഒബ്സർവർ ഒരു ഫ്രീക്വൻസി കേൾക്കില്ലേ, ഫ്രീക്വൻസി ഹെഡ് ബൈ ഒബ്സർവർ, അതാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് തന്നിരിക്കുന്ന ഹിന്റ് എന്താ നോക്കിക്കേ, വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ V is equal to എത്ര? 330 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് വെലോസിറ്റി ഓഫ് സൗണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒബ്സർവറിന്റെ അടുത്തേക്ക് നമ്മുടെ സോഴ്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫ്രീക്വൻസിയുടെ ഫോർമുല ന്യൂ ഈസ് ഈക്വൽ ടു ന്യൂ 0 ഇൻറ്റു V ഡിവൈഡ് ബൈ V മൈനസ് VS. ഇതല്ലേ വരിക? ന്യൂ 0 450. ഓക്കെ അല്ലേ? V എന്ന് പറഞ്ഞാൽ 330. ഓക്കെ അല്ലേ? 330 മൈനസ് 33. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 450 ഇൻറ്റു 330 ഡിവൈഡ് ബൈ ഇത് എത്ര വരിക? 297 വരും. ഓക്കെ, ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ എത്ര കിട്ടും? 500 ഹെഡ്സ് എന്ന് വരും. അപ്പോൾ കേൾക്കുന്ന ഫ്രീക്വൻസി എത്ര? 500 ഹെഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 25. ഏതാണ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ പ്രോഗ്രസീവ് വേവ് ഓഫ് ഫ്രീക്വൻസി 500 ഹെഡ്സ്. അപ്പോൾ ഒരു പ്രോഗ്രസീവ് വേവ് ആണ്, അതിന്റെ ഫ്രീക്വൻസി എത്ര? 500 ഹെഡ്സ് ആണ്. ഓക്കെ അല്ലേ? ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി എത്ര എന്തുണ്ട്? V is equal to 360 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 60 ഡിഗ്രി ആണെങ്കിൽ ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിത് ഡയറക്റ്റ് ഫോർമുലയാണ്. റിലേഷൻ ബിറ്റ്വീൻ ഫേസ് ഡിഫറൻസ് ആൻഡ് പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു 2π ബൈ ലാംഡ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇതാണ് ഫേസ് ഡിഫറൻസ്, ഇതാണ് പാത്ത് ഡിഫറൻസ്, ഇത് വേവ് ലെന്ത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നേക്കുന്ന ഫേസ് ഡിഫറൻസ് എത്ര? 60 ഡിഗ്രി. നമുക്ക് റേഡിയനിലേക്ക് മാറ്റിക്കേ, എത്ര വരും? π/3. π/3 ഈസ് ഈക്വൽ ടു 2π ബൈ ലാംഡ. ലാംഡ എങ്ങനെ എഴുതുക? V ബൈ ന്യൂ. അപ്പൊ ന്യൂ മോളി വന്നില്ലേ? നമുക്ക് വേണ്ടത് പാത്ത് ഡിഫറൻസ് ആണ്, അഥവാ ഡെൽറ്റ എക്സ് ആണ്. ഓക്കെ, അപ്പൊ തന്നെ ഞാൻ പൈ അങ്ങ് ക്യാൻസൽ ചെയ്ത് പറഞ്ഞു. പിന്നെ എന്തുണ്ട്? 1/3 ഈസ് ഈക്വൽ ടു 2 ബൈ V എത്രയാ നോക്കിയേ? വെലോസിറ്റി നമുക്ക് തന്നേക്കുന്ന 360 എന്ന് വരും അല്ലെ? പിന്നെ ഫ്രീക്വൻസി എത്ര? 500 വരും. ഓക്കെ അല്ലേ? ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് വരും. നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം? 0 ക്യാൻസൽ ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടാന്നറിയോ? രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1/12 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 100 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0.12 മീറ്റർ എന്ന് വരും. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പൊ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുവാണ്. അടുത്ത സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നതിനായിട്ട് സബു സാർ എത്തിയിട്ടുണ്ട്. ഓക്കെ, ശരി, താങ്ക് യു. Question. Okay. Welcome, dear students. We can start our mathematical questions on trigonometry. Our first question: the value of theta, as theta less than 90 and sin square plus 2 cos theta is equal to 7/4. What's the value for that theta? So you know, here it is equal to sin square theta plus 2 cos square theta is equal to 7/4. You know, sin square theta plus cos square theta is actually 1. So we can keep here as 1 more cos square theta is equal to 7/4. So this value should be 1, and we can replace it to cos square theta is equal to 7/4 minus 1. So that's equal to 3/4. Therefore, cos theta is equal to √3 divided by 2. It is a 1 square plus sin square 1 degree plus sin square 2 degree plus sin square 3 degree plus etc. plus sin square 89 degree. Look here, if it is what? Sin theta be written as a cos of 90 minus theta.
So sin square theta is also what? Cos square of 90 minus theta. Then sin square 1 degree is equal to cos square of 89 degree. 1 subtracting from 90, 89. So this will be written as cos square 89 degree plus this is a cos square 88 degree plus etc. and this become cos square 1 degree. You want to find the sum of this entries. That means if it is S, here also that is. But if you reverse the order, that is actually first one should be written as cos square 1 plus second is cos square 2 plus etc. cos square 89 degree. Just to add what we have, S plus S as 2S. Sin square 1 degree and cos square 1 degree is 1. And that continually this again 1 plus etc. last again 1. So you know here to there are 89 times. So the 1 are all added, you got at 89. 2S is equal to 89. Then S is equal to 89 by 2. So that should be in our option. So 89 by 2 is there. Now our third question. It is again very interesting. You know, sin square pi by 8 plus sin square 3 pi by 8. Look this. Commonly we have so many such a question, not square. It should be 4. So, you know, pi by 2 minus 3 pi by 8. Choosing the LCM as 8. Then you got at 4 pi minus 3 pi. Look here, if you multiply with the 4, it is 4 by 8. So it is equal to what? Pi divided by 8. But this should be cos. Look here, this we can initially written as the form sin raised to 4 pi by 8 plus sin raised to 4 of pi by 2 minus this pi by 8. This is the transferring concept. So this sin become cos. It will give you sin raised to 4 pi by 8 plus cos raised to 4 pi by 8. Now you can find what about the value for this. It is very simple. You can see sin square raised to pi by 4 plus cos square raised to pi by 4 is always 1. Sin square theta plus cos square theta is 1. Just you squaring both sides. It will give you sin raised to 4 pi by 4 plus cos raised to 4 pi by 4 plus 2 sin square pi by 4 into pi by 8 into cos square pi by 8. Then the right side is 1. And that you want to find. But here sin raised to 4 pi by 8 plus cos raised to 4 pi by 8 is equal to 1 minus of this. This we can transfer 1 by 2 into 4 sin square pi by 8 into cos square pi by 8. So this will be sin square of 1 minus 1 by 2 into this will be 2 sin pi by 8 into cos pi by 8 the whole square. This 2 sin theta cos theta, that is sin 2 theta form. So it is equal to 1 minus 1 by 2 into sin pi by 4 the whole square. Because it is twice of pi by 8, it becomes sin pi 4. So what is sin pi 4? 1 by root 2. Its square is equal to 1 by 2. So 1 minus 1 by 2 into 1 by 2 becomes 1 minus 1 by 4 is 3 by 4. So the answer is 3 by 4. Option B is there. Now the next question. Sin raised to 45 theta plus minus cos raised to 45 theta minus 0. Therefore, you can easily convert that cos of 45 minus theta is equal to sin of 90 minus 45 minus theta. You can shift this second term. Cos 45 minus theta is a sin of 90 minus of 45 minus theta. Just you open the bracket. Sin of 90 minus 45 plus theta.
this we can subtract it as a sine of 45 plus theta. Look this term is here and this we can convert it to here. So the right side answer is sine 45 plus theta minus again sine 45 plus theta. This becomes 0 and option E is there. So this we can convert and finally find the answer of it. Now the value of x in 0 less than pi and cos 2x is equal to cos x. It is actually a quadratic form. Cos 2x can be written as, you know what is cos 2 theta? Cos 2 theta is equal to 2 cos square theta minus 1. So here it is 2 cos square x minus 1 minus cos x is there is equal to 0. It is a quadratic equation. 2 cos square x minus cos x minus 1 equals 0. So we can find cos x. Cos x is equal to 1 plus or minus square root of 1 plus 4 into 2, that's 8 divided by 4. That's equal to 1 plus or minus 3 divided by 4. That's equal to 4 by 4 and 2 by 4. So 1 and 1 by 2, which is actually our cos x. So cos x is equal to 1 and 1 by 2. So x becomes, when cos x become 1, it should be 0 and 1 by 2 that should be pi by 3. So the answer is our third option. So just to replacing cos theta is 2 cos theta minus 1. But I question direct പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്ന അത്രയേ ഉള്ളൂ. അടുത്ത question, tan x plus tan y is equal to 5 by 6. And here we can write down this cot x as 1 by tan x plus 1 by tan y is equal to 5. So simply take the LCM, you got at tan y plus tan x divided by tan x into tan y is equal to 5. Look here, initially there is given us what is tan x plus tan y. We can replace this value here. There is a 5 by 6 divided by tan x into tan y is equal to 5. So cross multiplying, it will give you 5 by 6 is equal to 5 into tan x into tan y. So 5 get cancelled, go at tan x into tan y is equal to 1 by 6. Now you want to find what is tan x plus y. What is tan x plus y? Therefore tan of x plus y is equal to tan x plus tan y divided by 1 minus tan x into tan y. So we can replace the value for tan x by y as 5 by 6 and here it is 1 minus 1 by 6. So it is equal to 5 by 6 divided by, whenever you can make the LCM is also what? 5 by 6. So we can cancel, you go to 1. So 1 is inside the option. So option E is there. Now question number 7. Here sine 91 can be written as sine of 90 plus 1. It is equal to cos 1 because sine 90 plus 1 is equal to cos theta. Sine 90 plus theta is equal to cos theta. Sine 90 plus theta is equal to cos theta. That is a value you can apply it. Now here it is equal to. So this expression can be written as sine 91 is cos 1 plus cos 1 degree, sine 1 degree divided by again cos 1 degree minus sine 1 degree. It's a famous relation. You can see whenever you are dividing with the cos, it will give you 1 plus tan 1 degree divided by 1 minus tan 1 degree. And here also there is a formula for tan 45 degree plus theta degree is equal to 1 plus tan theta degree divided by 1 minus tan theta degree. Using this equation here it is equal to tan of 45 plus 1 degree or tan 46 degree. So the first option be the correct answer here. Now next one, here you can see root 3 can be written as 2 into root 3 by 2 divided by sine 20 degree minus 1 by 2 into 1 by 2 divided by sine 20 degree. So you can see this can be transformed in the form 2 can be taken out and root 3 by 2 can be transformed what? It is equal to
cos 30 by sin 20 minus this 1 by 2 is sin 30 divided by sin 20. So all measures are in degree terms. So we can cross multiplying both. It is equal to 2 into cos 30 sin 20 minus sin 30 cos 20 divided by sin 20 into cos 20. So that we can retransform in the form of 2 into sin 40 divided by sin 20 into cos 20. So it is equal to 2 into 2 sin 20 cos 20 divided by sin 20 into cos 20 get cancelled, you got a this equal 4. So option 4 is there. Option D as 4. Now next question, sin theta minus cos theta. Sin theta minus cos theta is equal to 1. You want to find what is a sin cube theta minus cos cube theta. First of all, we can squaring this. You got that sin square theta plus cos square theta minus 2 sin theta cos theta is equal to 1. Therefore, this actually 1 minus 2 sin 2 theta 1 minus sin 2 theta is equal to 1. So you got that sin 2 theta is equal to 0, which implies that theta is equal to 0 or 2 theta is equal to 0 or pi. Then theta is equal to 0 or pi by 2. So come back to here. The first equation is when theta becomes 0, sin 0 minus cos 0. That should be minus 1, not 1. That means this will not accepted. Then we can choose theta as pi by 2. So this pi by 2, sin pi by 2, 1 and here. And substituting pi by 2 here, you got this is 1 cube minus 0 cube is equal to 1. So the answer is A. Now the maximum value of 5 cos theta plus 3 cos of theta plus pi by 3 plus 3. We can use the formula maximum value of the expression is A cos theta plus B sin theta is equal plus C is equal to C plus root of A square plus B square. The only problem is this angle should be same. Then only you are able to find this formula. Here, this theta, one is theta, here is theta plus pi by 3. So you should expand the expression as 5 cos theta plus 3 into, here it is cos theta into cos pi by 3 is 1 by 2 minus sin theta into sin pi by 3, that is equal to root 3 by 2 plus 3. So this becomes 5 cos theta plus 3 by 2 cos theta minus 3 root 3 by 2 sin theta plus 3. So this is equal to 13 by 2 cos theta minus 3 root 3 by 2 sin theta plus 3. Then you applying the formula. So the maximum value is equal to 13 by 2 the whole square plus 3 root 3 by 2 the whole square with the root sign plus that 3. So this is equal to root of 169 by 4 plus 27 divided by 4 plus 7, which will be, when you add them, it will become 196 divided by 4 plus 7. That is root 3 here. So 49 plus 3 or 7 plus 3 is 10. So the greatest value of the given expression is 10, which is given there. It's actually very important previous year question. You can expand this. That's a procedure inside the form. Now you come to what is sin 15 degree. You know sin 15 degree is equal to sin of 45 minus 30 degree. It is sin A minus B form. What is sin A minus B? Sin 45 into cos 30 minus cos 45 into sin 30, which is equal to what is sin 45? 1 by root 2 into what is cos 30? Root 3 by 2 minus cos 45 is again 1 by root 2 into 1 by 2.
So we can return as root 3 minus 1 divided by 2 root 2, which will give the first option. Now, next question. Sin A minus sin B divided by cos A plus cos B. You know, sin A minus sin B is a result of 2 cos A plus B by 2 into sin A minus B by 2. This is a sin A minus sin B. First should be cos and second is a sin. Divided by the second, this cos A plus cos B. What is cos A plus cos B? 2 cos A plus B by 2 into cos A minus B by 2. This is our second expression. Sin A minus sin B result, we can easily attain this expression by cancelling it. You got is equal to tan of A minus B by 2. Tan A minus B by 2 is the option here. Next question. Tan pi by 4 plus theta by 2 and tan pi by 4 minus theta by 2. You know, tan of 45 plus theta is equal to 1 plus tan theta divided by 1 minus tan theta. And tan 45 minus theta is equal to 1 minus tan theta divided by 1 plus tan theta. This is our formula. So we can directly expand this with the tan theta by 2 as in the form LHS. We can write down LHS is equal to 1 plus tan theta by 2 divided by 1 minus tan theta by 2 plus 1 minus tan theta by 2 divided by 1 plus tan theta by 2. It's actually a reciprocal form. So just take the LCM. I hope that you know this formula as whenever you have A by B plus E by D form, use this cross multiplication, you get that AD plus BC divided by BD. That should work here. So here, when you multiplying this term, that becomes 1 plus tan theta by 2, the whole square, plus here it is 1 minus tan theta by 2, the whole square, divided by 1 minus tan square theta by 2. Now it is very interesting. First should be A plus B the whole square form, plus A minus B the whole square term. So that should be 2 into A square plus B square. Why? When you are expanding them, minus 2 tan theta get cancelled from both the terms. You got only 1 plus 1 as 2 and 2 tan square theta by 2. So this we can transfer in the form 2 into 1 plus tan square theta by 2 divided by 1 minus tan square theta by 2. You know, cos theta is equal to 1 minus tan square theta by 2 divided by 1 plus tan square theta by 2. Mathematical problems ഈ പ്രോപ്പറായിട്ട് ഇക്വേഷനെ റീപ്ലേസ് ചെയ്യില്ല. സോ ആഫ്റ്റർ ഹാവ് ദിസ് വൺ വി ക്യാൻ റീപ്ലേസ് യു നോ 1 plus tan square theta by 2 in the numerator and denominator is 1 minus. So it is a reciprocal of cos theta written as 2 divided by cos theta, which will be 2 sec theta. That's the form for answer. So you got that answer is sec theta, 2 sec theta, which will given as our second option. Now again you come to a question as pi by 4 plus x etc. Look here, cos pi by 4 plus x is equal to cos pi by 4 into cos x minus sin pi by 4 into sin x. You know this. And cos of pi by 4 minus x is equal to cos pi by 4 into cos x plus sin pi by 4 into sin x. When you add them, you get that the right side is 2 into cos pi by 4 into cos x. Then cos pi is 1 by root 2. So 2 into 1 by root 2 into cos x will give the answer as root 2 into cos x. So if you know cos a plus b plus cos a minus b as 2 cos a cos b, we can directly put that 2 into cos 1 by root 2 into cos x. So the answer is equal to root 2 cos x. That should be option E. Now sin 765. Sin 765 degree is equal to sin 720, that's actually 4 pi plus 45. So this will be in the form, you can see sin of 4 pi plus 45 degree, that's pi by 4. So it is equal to sin pi by 4, then that should be 1 by root 2. So ഇവിടെ 360 multiply ആയിട്ട് എടുത്തിട്ട് ഈ സെയിം വാല്യൂ കൊടുത്താൽ മതി. You got the answer as what? 1 by root 2 as again option E.
Now the next question, the value of sine square this and here. You know sine square 3 pi by 8 can be transferred cos square of pi by 2 minus 3 pi by 8 will be the form sine square of whenever you can choose the LCM, that should be by 8, and this should be 4 pi minus 3 pi. So it is equal to sine square of a cos square of a this is a cos square form. So it is equal to cos square of a pi by 8. So this term is first term is sine square pi by 8, and this term is equal to cos square. So sine square pi by 8 plus our second term, this we can reducing to cos square of pi by 8. Similarly, you can keep the second term of this sine square 5 pi by 8 plus this term is again cos square of a 5 pi by 8. You can see pi by 2 minus 7 pi by 8. We can put the change inside them and we can find the sum. So both of them should be in the form as 1 plus 1. This also 1. Here also you can put 1. Then you can see that should be 2. So if there is a form inside the expression, then definitely one should be cos square form and other should be in the same pattern. Okay. So the answer is equal to 2 option is there. Now question number 17. I think that we did this problem totally in previous form. That is 2 into root 3 by 2 by sine 15 minus 2 into 1 by 2 by cos 15. So this will be 2 out of 1 by root 3 by 2 can be transferred in the form sine 60 by sine 15 minus cos 60 divided by sine cos 15. So just to make a cross multiplication, it will give the answer as 2 into sine 60 into cos 15 minus cos 60 into sine 15 divided by sine 15 into cos 15. This is our LCM form. So that's equal to 2 into this sine A cos B minus cos of sine B sine A minus B. Sine A minus B is 60 minus 15 is 45 divided by this we can transfer in the form 1 by 2 into 2 sine 15 cos 15. What is sine 15 cos 15? This should be sine 30, sine 2 theta form. You can see sine 2 theta is equal to 2 sine theta cos theta. Then you are able to applying theta as 15, then it will give you sine 2 theta here. So this becomes totally 4 into sine 45 divided by sine 30. And what about this sine 45? So you can see it is equal 4 into sine 45 is 1 by root 2 and this is 1 by 2. So it is equal 8 by root 2. So we can this one also 4 root 2. Why it is 4 root 2? 8 can be transferred 4 into 2 divided by root 2. This we can cancel, go at root 2. So it is equal to 4 root 2. So 4 root 2 is our first option. Now you come to this expression sin x plus cos x is root 2. What is sin x into cos x? So you think about the relation connecting this and that. Just you can square this term. Sin x plus cos x the whole square is equal to root 2 square. Then squaring here you got that sin square x plus cos square x plus 2 sin x into cos x. It is a plus with the whole square, it is 2. But here we know that is 1 plus 2 sin x cos x is equal to 2, or 2 sin x into cos x is 1, then sin x into cos x is equal to 1 by 2. This is the expression. So just to square the term, you got that its answer is 1 by 2. So a plus b the whole square can be applied, then we can easily find the answer as what? Sin x into cos x become 1 by 2. Now here tan theta plus 1 by 2, tan theta is equal to 1 by 2 and tan theta other should be tan phi is also what? 1 by 2. So it will become tan of theta plus phi. We can expand this one as tan theta plus tan phi divided by 1 minus tan theta into tan phi. So it is still 1 by 2 plus 1 by 3 divided by 1 minus 1 by 2 into 1 by 3
This is equal to 5 by 6 divided by, here also LCM as what, 6 minus 1 divided by 6 also what, 5 by 6. So this 5 by 6 you got that is equal to pi by 4. So that value should be 1. Then you can see this expression is pi by 4. That means theta plus phi is equal to pi by 4, 45 degree. Then 2 theta plus phi can be transferred theta plus phi plus 1 more theta, because 2 can be split into here. So this will be written as in the form pi by 4 plus theta. Then you can see exactly tan of 2 theta plus phi. That's our requirement. We can transfer tan of this 45 plus theta degree. So we can expand this as 1 plus tan theta divided by 1 minus tan theta. You know tan theta is already 1 by 2. So that should be 1 plus 1 by 2 divided by 1 minus 1 by 2, or it is equal to 3 by 2 divided by 1 by 2, you got at 3. Otherwise, using tan theta, you just find what is tan 2 theta by using the condition and find the value and proceed that. Okay. This is the expression whenever you can identify. Now, tan A minus tan B is x and cot B minus cot A equal y. Then what is cot of A minus B? Can see tan A minus tan x is x. You can see tan A minus tan B is equal to x. And this cot that we can transfer 1 by tan B minus 1 by tan A is equal to what? Y. Now choosing their LCM, what we have? Tan A minus tan B all divided by tan A into tan B is equal to y. Now just you can replace this value here. So we can write down the expression as tan x divided by tan A into tan B is equal to y. This is very good information as tan x into tan y is equal to what? X by y. What's our requirement? Our requirement is what is cot A minus B? Cot A minus B is a reciprocal of cot A minus B is reciprocal of tan. That is cot A minus B is equal to 1 by tan of A minus B. Then you can see this expression is tan A minus that we can transfer in the form. You know what is tan A minus B? That is 1 by 1 divided by tan A minus tan B divided by 1 plus tan A tan B, which will be transferred in the form 1 plus tan A into tan B all divided by tan A minus tan B. That we can apply what is cot A minus B. You know this tan A plus tan B is x by y and this should be x. So we can transfer in the form 1 plus x by y you already obtained, and this expression is given as x. So separately divide 1 by x plus x by y by x, you got that is 1 as 1 by x plus 1 by y. So the requirement is actually cot A minus B. You can reduce them into tan, and after we can replace both the value, you got the required result as 1 by x plus 1 by y, which is given in the option E. 1 by x plus 1 by y. Now, the period of the function f of x is tan of 4x minus 1. You know, the period of f of x is some k or t, then period of ax plus b is equal to t by mod a. This is the formula for whenever you want to find the period of expression along with a multiplier of x values. The continually examination വരുന്ന ഒരു ക്വസ്റ്റിന്റെ പാറ്റേൺ ആണ്. അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ ടാനിന്റെ പീരീഡ് എടുക്കുക. വാട്ട് ഇസ് ദ പീരീഡ് ഓഫ് ടാൻ എക്സ്? പീരീഡ് ഓഫ് ടാൻ എക്സ് പൈ ആണ്. അപ്പോൾ ടാൻ 4x മൈനസ് 1ന്റെ പീരീഡ് പൈ ബൈ ദിസ് നമ്പർ 4 ആണ്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ എടുക്കാവുന്നതാണ്. സോ ഓപ്ഷൻ ഡിയിലുണ്ട്. കണ്ടോ, ഇത് ഇത്തരം ചോദ്യങ്ങൾ ടാൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ഒക്കെ നിങ്ങൾ പീരീഡ് പഠിച്ചു വെക്കുക. ഇതിലൊരു മൾട്ടിപ്ലിസിറ്റി വന്നു കഴിഞ്ഞാൽ 4x വന്നാൽ യു ഷുഡ് ഡിവൈഡ് ദാറ്റ് വിത്ത് 4. It will clear the answer of it. Okay. Now question number 22. Tan theta by 2 is equal to 1 by 2 ആണ്. നിങ്ങൾക്ക് വേണ്ടത് sin theta. So you think about what is the result connecting tan theta by 2 and sin. So we need the result like this. It is 2 tan theta by 2
divided by 1 plus tan square theta by 2. ഇതിന്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ cos theta റിസൾട്ട് പഠിച്ചു വെക്കുക. That is equal to 1 minus we already applied by 1 plus tan square theta by 2. ഇതുപോലുള്ള റിസൾട്ട് പഠിച്ചു വെക്കുക. So you got sin theta is 2 tan theta by 2. So it will become 2 into what is tan theta by 2, which is given as 1 by 2 divided by 1 plus 1 by 4. So it has become 1 divided by 5 by 4, or it is equal to 4 by 5. So the first option will be here. Now question number 23. If x is equal to 5 plus 2 sec theta and y is equal to 5 plus 2 tan theta, you want to find what is the result of these two. X minus 5 the whole square plus y minus 5 the whole square. So you can see this should be the form x minus 5 is equal to 2 sec theta and y minus 5 is equal to 2 tan theta. So squaring and subtracting, you get x minus 5 the whole square minus y minus 5 the whole square is equal to 2 sec theta the whole square minus 2 tan theta the whole square. So that should be the form 4 of sec square theta minus tan square theta. This is actually 1. So 4 into 1. So the answer will become 4. So squaring and subtracting will give the correct answer. So it's a very good problem. It is also a previous year question. Now question number 24. Tan 15 and tan 75. You know, tan 75 degree is equal to cot 90 minus 75. It is equal to what? Tan cot 15 degree. So this we can translate in the form tan of 15 degree plus cot of 15 degree. It will becomes in the form sin 15 by cos 15 plus cos 15 by sin 15. So just you reciprocaling that two term. So sin 15 by cos 15 and cos 15 plus sin 15. So we can make the LCM like this. It is equal to sin square 15 plus cos square 15 divided by sin 15 into cos 15. So you know sin square theta plus cos square theta is 1 and this should be in the form 1 by 2 into 2 sin 15 cos 15. And you know already this number as a 1 by 2 into sin 30. And what is sin 30? Sin 30 is again 1 by 2. So it is 1 by 2 into 1 by 2 finally become 4. Product and reciprocal will give the answer 4. So option is there. Now question number 25. The period of the function as we already discussed. പക്ഷേ ഇവിടെ ഒരു ചേഞ്ച് കൂടുതലുണ്ട്. രണ്ട് ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട് cos for x. ഈ cos for x ന്റെ പീരീഡ് കോസിന്റെ 2π ആണ് by 4 നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ ടാനിൻ്റെത് പൈയും by 3യുമാണ്. So this is equal pi by 2 comma pi by 3. If there are two periods are given, then the sum നോക്കിയ രണ്ട് ഫംഗ്ഷൻ f പ്ലസ് g ആയാൽ രണ്ട് ഫംഗ്ഷൻ ആണ് പീരീഡിക്ക് f ഇൻറ്റു g ആയാൽ f മൈനസ് g ആയാൽ f ബൈ g ഇങ്ങനെയൊക്കെ ഏത് വന്നാലും ശരി ഫൈനൽ എക്സ്പ്രഷന്റെ ഫംഗ്ഷന്റെ പീരീഡ് എടുക്കാൻ യു ജസ്റ്റ് മേക്ക് ദ LCM. സോ ദ റിക്വയർഡ് ആൻസർ ഇസ് LCM ഓഫ് പൈ ബൈ 2 കോമ പൈ ബൈ 3 ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടത്. എങ്ങനെയാണ് ഹൗ ടു ഫൈൻഡ് LCM ഓഫ് ദ ടു ഫ്രാക്ഷൻസ്, അത് ഈ നോട്ട് ഒന്ന് ഓർത്തേക്കണം. LCM of a by b comma c by d. There are two different fractions. The answer is LCM of a comma c divided by HCF of b comma d. ഇതാണ് യൂസ്ഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ പൈയുടെയും പൈയുടെയും കൂടെ LCM പൈ തന്നെയാണ്. 2ന്റെ 3യുടെയും കൂടെ HCF രണ്ടിനും കോമൺ മൾട്ടിപ്ലയർ 1 ആണ്. പ്രൈം നമ്പർ ആയതുകൊണ്ട് അത് 1 വരും. സോ ദ ആൻസർ ഇസ് ഈക്വൽ പൈ എന്നാണ് കിട്ടുന്നത്. So actually a difficult category question, but it is very simple if you study this equation. How to find LCM of two fractions? We can easily find the answer as pi, and that should be given in our option D. Now question number 26. Sin theta plus phi. Sin theta plus phi is equal to n sin theta minus phi. This is actually one more difficult question and continually asked in our KEAM exam. That is sin of theta plus phi
divided by sin of theta minus phi is equal to n എന്ന് സെറ്റ് ചെയ്യുക. നോക്കി ഞാൻ ഈ ഒരു ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, ദാറ്റ് ഇസ് എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി എന്നുള്ള ഫ്രാക്ഷൻ എവിടെയെങ്കിലും വന്നാൽ ഇതിൽ നിന്ന് ജനറേറ്റ് ആകുന്ന ഫംഗ്ഷനാണ് എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ മൈനസ് ബി ഈക്വൽ ടു സി പ്ലസ് ഡി ഡിവൈഡ് ബൈ സി മൈനസ് ഡി ആണ്. പി എൻ എന്നുള്ളത് ഇങ്ങനെ എടുക്കുക. ദെൻ ലെഫ്റ്റ് സൈഡിൽ കോമ്പണന്റ് ഡിവിഡന്റ് എന്ന അതിന്റെ റൂള്. സോ ദിസ് വി ക്യാൻ ട്രാൻസ്ഫർ ദ ഫോം n പ്ലസ് 1 ബൈ n മൈനസ് 1. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി. ഇവിടെ ഈ ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തതുപോലെ ഇവിടെ ഇട്ടാൽ സൈൻ ഓഫ് തീറ്റ പ്ലസ് ഫൈ പ്ലസ് സൈൻ ഓഫ് തീറ്റ മൈനസ് ഫൈ ഡിവൈഡ് ബൈ സൈൻ ഓഫ് തീറ്റ പ്ലസ് ഫൈ മൈനസ് സൈൻ ഓഫ് തീറ്റ മൈനസ് ഫൈ. ഇതാണ് ലെഫ്റ്റ് കിട്ടുക. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ പെടുന്നതാണ്. സൈൻ എ പ്ലസ് ബിയും സൈൻ എ മൈനസ് ബിയും കൂടി കൂട്ടിയാൽ 2 സൈൻ എ കോസ് ബി ആണ്. സോ ദിസ് വി ക്യാൻ ട്രാൻസ്ഫർ ദ ഫോം 2 സൈൻ തീറ്റ കോസ് ഫൈ എന്നും താഴത്തത് തിരിച്ച് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇങ്ങനെ തിരിഞ്ഞു, ദാറ്റ് ഈസ് ഈക്വൽ കോസ് തീറ്റ ആൻഡ് സൈൻ ഫൈ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു n പ്ലസ് 1 ബൈ n മൈനസ് 1. സോ വി ക്യാൻ ക്യാൻസൽ ദിസ് ടു സൈൻ ബൈ കോസ് ടാൻ തീറ്റയാണ്. ഇവിടെ ഇത് കോട്ട് ഫൈയുമാണ്. കോട്ട് ഫൈ ഈസ് ഈക്വൽ ടു n പ്ലസ് 1 ബൈ n മൈനസ് 1 ആണ്. സോ കോട്ട് ഫൈ എന്നുള്ളത് 1 ബൈ ടാൻ ഫൈ ആണ്. സോ യു ഗെറ്റ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ tan phi is equal to n plus 1 by n minus 1. It's also a difficult category question, but if you can study this pattern, a by b equals c by d as a plus b by a minus b. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ എന്ത് പ്രോസസ് ആണോ ചെയ്തത് അത് ഫ്രാക്ഷൻ റൈറ്റ് സൈഡിലും ചെയ്യും. ഇതിന് കോമ്പണന്റ് ഡിവിഡന്റ് എന്നുള്ള 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു ഫോമാണ്. ഈ ഫോം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കൺവേർട്ട് ദിസ് വൺ. ഇവിടെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എ പ്ലസ് ബിയും സൈൻ എ മൈനസ് ബിയും കൂടി കൂട്ടുകയാണെങ്കിൽ 2 സൈൻ എ കോസ് ബി എന്നുള്ള റിസൾട്ട് തിരിച്ച് കുറച്ചാൽ 2 കോസ് എ സൈൻ എന്നുള്ള റിസൾട്ട് കിട്ടിയാൽ യു ഗോട്ട് ദിസ് റിസൾട്ട് ആൻഡ് വിച്ച് ഇസ് ഗിവൺ ഇൻ അവർ ഓപ്ഷൻ ബി. Now question number 27. The value of theta in that range satisfying sin theta plus 5 by 6 is equal to cos theta. Here sin of തീറ്റ പ്ലസ് 5 ബൈ 6 ഈസ് ഈക്വൽ കോസ് തീറ്റ. ഇവിടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ കോസ് തീറ്റ നിങ്ങൾക്കറിയാമല്ലോ, സൈൻ 90 മൈനസ് തീറ്റ ആണ്, അല്ലെ പൈ ബൈ 2 മൈനസ് തീറ്റ ആണ്. സോ യു ക്യാൻ റൈറ്റ് ഡൗൺ ദിസ് ആസ് എ സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് തീറ്റ നിങ്ങൾ മാറ്റി കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ സൈൻ ഓഫ് തീറ്റ പ്ലസ് പൈ ബൈ 6 ആണ്. ലുക്ക് ഹിയർ യു ആർ സെർച്ചിങ് ദ ഓൺലി ദ പ്രിൻസിപ്പൽ വാല്യൂ ഇതിന്റെ അർത്ഥം. അപ്പം പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കളഞ്ഞുകൊണ്ട് തന്നെ ഇത് ചെയ്യാം. തീറ്റ പ്ലസ് പൈ ബൈ 6 എന്ന് പറയുന്നത് പൈ ബൈ 2 മൈനസ് തീറ്റയാണ്. So we can take them to left side as 2 theta. നോക്കി ഈ തീറ്റയും കൂടി ഇങ്ങോട്ട് മാറുമ്പോൾ തീറ്റ പ്ലസ് തീറ്റ വരും. ബേസിക്കൽ പൈ ബൈ 2 മൈനസ് പൈ ബൈ 6 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 6 എൽസിയം ആയിട്ട് എടുക്കുകയാണെങ്കിൽ 3 പൈ മൈനസ് പൈ ആണ്. ദാറ്റ്സ് ഈക്വൽ 2 പൈ ബൈ 6 ദാറ്റ്സ് ഈക്വൽ പൈ ബൈ 3 ആണ്. വിച്ച് ഇസ് 2 തീറ്റ ആണ്. 2 തീറ്റ പൈ ബൈ 3 ആണെങ്കിൽ തീറ്റ എത്രയായിരിക്കും? പൈ ബൈ 3 ബൈ 2 എന്നുള്ളത് 6 ആയിട്ട് മാറും. ഈ 2 കൊണ്ട് ഈ 3നെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കിട്ടുക. സോ പൈ ബൈ 6 ഇസ് ദി ആൻസർ ഇൻസൈഡ് ആർ. സോ ആ വേറെ ഏത് ചെയ്താലും നിങ്ങൾക്ക് അത് ടഫായിട്ട് മാറും. കോസ് തീറ്റയെ ക്വിക്കായിട്ട് സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് എഴുതാൻ സാധിച്ചാൽ ഇറ്റ് ഇസ് വെരി സിമ്പിൾ ആണ്. സോ യു ക്യാൻ കൺവേർട്ട് ദ എക്സ്പ്രഷൻ ആൻഡ് ഫൈനലി ഒബ്സർവിംഗ് ദ ആൻസർ ആസ് പൈ ബൈ 6 ആൻഡ് ദാറ്റ് ഷുഡ് ബി ഓപ്ഷൻ എ. നൗ 28. Cosec theta plus cot theta equal to 5. Cosec theta plus cot theta is equal to 5. എൻട്രൻസിന് ഇതേപോലുള്ള ചോദ്യങ്ങളാണ് വരിക. യുനോ കൊസീക്കൻ സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. ആൻഡ് യു ക്യാൻ സി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇത് 1 ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ 1 എന്ന് പറയാൻ പറ്റും. സോ യു ക്യാൻ സി a minus b is the reciprocal of 1 by a plus b because it is the form there. Here cosec theta minus cot theta is 1. Then this we can transform the form. ഈ എക്സ്പ്രഷനെ നിങ്ങൾ എടുത്താൽ എങ്ങനെ എടുക്കാൻ പറ്റും? cosec theta plus cot theta into cosec theta minus cot theta equal right side is 1. ഇതിൽ ഈ given value ആണ് തരുന്നത്. So 5 into cosec theta minus cot theta is equal to 1 ആണ്. So cosec theta minus cot theta is equal to 1 by 5 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഇത് 1 ആയിട്ടും കൊടുക്കുക. ഈ രണ്ട് ഇക്വേഷനെ നമുക്ക് ഹൗ വി ക്യാൻ ഫൈൻഡ് ടാൻ തീറ്റ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇത് ചെയ്യേണ്ടത് എങ്ങനെ വെച്ചാൽ cosec theta പ്ലസ് cot theta 5 ആയിട്ടും അതുപോലെ cosec theta minus cot theta 1 by 5 ആയിട്ടും വരിക. സോ വെൻ യു സബ്ട്രാക്ട് വാട്ട് വി ഹാവ് 2 cot theta. നോക്കിയാൽ കുറച്ച് കഴിയുമ്പോൾ
ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് പോയിട്ട് ഇത് ഡബിൾ ചെയ്യും. കോട്ട് തീറ്റയിൽ നിന്ന് മൈനസ് കോട്ട് തീറ്റ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 കോട്ട് തീറ്റ കിട്ടുക. സോ ദ റൈറ്റ് സൈഡ് ഇസ് 5 minus 1/5. ഇത് നമുക്ക് 25 minus 1/5 ആണ്. ദാറ്റ്സ് ഈക്വൽ 24/5 ആണ്. സോ കോട്ട് തീറ്റ എന്ന് പറയുന്നത് 24/10 ആണ്. ഈ 2 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. സോ ഇറ്റ് ഷുഡ് ബി വാട്ട് 12/5 ആണ്. നമുക്ക് വേണ്ട tan ആണ്. സോ വാട്ട് ഇസ് tan തീറ്റ? Therefore tan theta is equal to 5/12. This is the expression for tan theta is equal to 5/12. So option B is there. Now question number 29. Here tan theta is root 5/2 ആണ്. What is cos theta? It's a very simple thing because again it is in first quadrant ആണ്, അല്ലെങ്കിൽ നമ്മുടെ acute angle ആണ്. Simply draw a triangle and given that tan theta is equal to root 5/2. So if you mark them theta, then opposite side is root 5 and this should be 2. Then squaring and adding 5 plus 2, 4, that's root 3 എന്ന് കിട്ടും. നോക്കി 5 plus 2 square, that's 4 ആണ്. 5 plus 9 ആണ്. എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ ഇതാ നമുക്ക് root 9 ആണ് 3 ആയിട്ട് വരുന്നത്. So from that expression, what is cos theta? Therefore cos theta is equal adjacent side 2/3. You got the answer is 2/3. D is the option here. Now question number 30. Here cos raised to 4 pi/12 minus sin raised to 4 pi/12. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് cos square theta minus sin square theta എന്ന് പറയുന്നത് cos 2 തീറ്റയാണ്. ഇവിടെ മൈനസ് വന്നാൽ എന്നാൽ a raised to 4 minus b raised to 4 എപ്പോഴും a square plus b square into a square minus b square എന്ന് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആൾജിബ്രൈക് സിംപ്ലിഫിക്കേഷനാണ്. സോ ഈ ഫോർത്ത് പവർ എന്നുള്ളതിനെ ഇങ്ങനെ എടുക്കാം. cos square pi/12 പ്ലസ് sin square pi/12 into cos square pi/12 minus sin square pi/12 എന്ന് റീപ്ലേസ് ചെയ്യാം. ബട്ട് യു നോ വാട്ട് ഇസ് cos square theta plus sin square theta? It is what? 1 ആണ്. Into this should be in the form cos 2 theta, cos 2 into pi/12 എന്നാണ് കിട്ടുക. Because cos square theta minus sin square theta is cos 2 theta. So this should be in the form cos of pi/6. What is cos pi/6? It is root 3 divided by 2. So that's a very simple question. If you know that 2 condition as a root 3/2, option B is there. If you know cos square theta minus sin square theta is cos 2 theta, and this way we can split them, then you got to answer it. Okay. Now question number 31. The value of x in the interval 0, pi, sin 2x is equal to root 3/2. You can see sin 2x is equal to root 3 divided by 2. Root 3 divided by 2 is what? Sin of 60 degree. That is sin pi/3. Or sin of pi minus pi/3. That is 2 pi/3. Both of them are root 3/2. Because in the 0, pi, both values are positive. Sin first quadrant in the second quadrant in the second quadrant 2 pi/3 ആണ്. Pi minus pi/3 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 2x ന് രണ്ട് വാല്യൂ ഉണ്ടാവും. ഒന്ന് pi/3 മറ്റേത് 2 pi/3. So when you are dividing by 2, നോക്കിയ sin 2x ൽ നിന്നാണ് ഈ രണ്ട് വാല്യൂ നമുക്ക് സൈൻ കളഞ്ഞെടുക്കുക. So x becomes what? pi/6. ഈ 3യെ രണ്ടും ഡിവൈഡ് ചെയ്തു. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ pi/2 pi/3യെ വീണ്ടും 2 കൊണ്ടാണ് 2 കട്ടായി പോകും. So it is pi/6, pi/3 is the answer. So pi/6 ഉം pi/3 ഓപ്ഷൻ എ ആണ് അതിലെ ആൻസർ ആയിട്ടുള്ളത്. Now question number 32. Sin alpha plus sin beta root 6/2 and cos alpha plus cos beta root 2/2. Then what is cos alpha minus beta? So it is very simple. Just to make the square of this expression. What is it? Sin alpha plus sin beta the whole square is equal to 6/4. Just you squaring it. This is equal to sin square alpha plus sin square beta plus 2 sin alpha sin beta is equal to 6/4. Again I come to this term. Similarly, when you are squaring the second term here, this cos square theta alpha plus cos square beta plus 2 cos alpha cos beta, which is equal to 2 divided by 4. So while you add both, you can see sin square and cos square alpha becomes 1 plus here it's also 1 plus 2 into this we can written as first cos alpha cos beta
plus sine alpha sine beta is equal to 6 by 4 plus 2 by 4, which should be 8 by 4 equal to 2. So this one and that one is again 2. We cancel it with 2 into this total term we transfer cos of alpha minus beta is equal to 0, which implies cos of alpha minus beta is equal to 0. Your requirement is what is cos of alpha minus beta? That should be 0. So E is the option here. Now question number 33. Cos theta is 5 by 11. What is sin theta? And here tan theta is negative. So cos theta is positive and tan theta is negative. Then you can see tan theta is negative inside third and second quadrant. But cos theta is positive. So this should be positive in here. This is actually first and fourth. Here it is a negative means second and fourth. So clubbing together you can see the angle should be in fourth quadrant. So theta is there. So from the expression cos theta is equal to 5 by 11. You can draw a triangle as theta is marked here. This one will be 5. Adjacent side this is 11. So this side is equal to squaring this term 121 minus 25. So 121 minus 25 is equal to 6 and 9, 96. So it is equal to root 96. Root 96 is 6 into 6 or it is equal to 4 root 6. So sin theta is equal to 4 root 6 divided by 11. But theta in fourth quadrant is negative. So the answer is minus this. So minus 4 root 6 divided by this is answer. Minus 4 root 6 by 11 be the correct answer. Okay. Now the next question. If alpha beta are two acute angle of the triangle, right triangle. You know this is a right triangle. If it is alpha and that should be beta, then you can see sin alpha is here and what is cos beta? Cos beta is equal to this sin beta. Sin beta is exactly same as cos alpha. So where it is acute angle, this sin beta can be transferred cos alpha. So this expression can be transferred in the form sin alpha plus cos alpha the whole square. Same we can apply this also. That is a cos alpha plus a sin alpha the whole square. That means both of them are same. So as per the problem this and be same, you can put them 2 into squaring here as a sin square alpha plus a cos square alpha plus a 2 sin alpha cos alpha. So this 1 that's equal to 2 into 1 plus this sin 2 alpha. So actually it is a simple question, but we this acute angle is sin beta and cos alpha, cos beta sin alpha. So we can complete it and you can observe the answer is option B. Now question number 35. The range of the function f of x is 2 sin 3x plus 1. Sin function എന്തായാലും f of x ഏത് ഫംഗ്ഷൻ ആയാലും maximum 1 ഉം minimum minus 1 ആണ്. So sin 3x ന്റെ maximum value 1 ആണ്, minimum value minus 1 ആണ്. നമുക്ക് ഇവിടെ 2 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. So minus 2 less than equal to 2 sin 3x less than equal to 2 ഉണ്ടോ? 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എല്ലാത്തിനും ഗുണിക്കുക. അതുപോലെ ഇനി 1 ആഡ് ചെയ്യുന്നു. So minus 2 plus 1 less than equal to 2 sin 3x plus 1 less than equal to 2 plus 1 എന്നാണ്. So while you add them that should be minus 1 less than equal to 2 sin 3x plus 1 less than equal to 3 എന്നാണ്. So ഇതിന്റെ maximum value 3 ഉം minimum value minus 1 ആയതുകൊണ്ട് range minus 1, 3 എന്നുള്ളതാണ് which is given in our last option. Yes. Now question number 36. The period of the function g of x is equal to 5 cot pi by 3x plus pi by 6 plus 2. You know, periodicity depends only the constant of this multiplier. You know, cot x. The period of cot x is pi. Then any multiplier with 5 time of cot of pi by 3x plus pi by 6 plus 2. This multiplier or that or this will not affect the period and you just multiply that with this number. So it is equal to pi divided by pi by 3. This becomes what? 3.
So option B is there. Now minus 0 comma pi theta, and you want to find sin theta by 2. You look there, minus pi less than theta less than 0. So when you are dividing by 2, minus pi by 2 less than theta by 2 less than 0. So theta by 2 lies in the fourth quadrant, this minus pi by 2. So that is actually negative. Then we come back with the cos. This expression is a cos theta. So you can see cos theta is equal to minus 12 by 13. So cos theta can be written as 1 minus 2 sin square theta by 2 is equal to minus 12 by 13. So we can do the expression as 1 plus 12 by 13 is equal to 2 sin square theta by 2. I just take this sin 2 theta to right side and this to left side. So 25 by 13 is equal to 2 sin square theta by 2. So what is sin theta by sin square theta by 2? So sin square theta by 2 is equal to 25 by 26. So sin theta by 2 is equal to 5 by root 26 plus or minus this star. So this we can transform the form plus or minus 5 by root 26 divided by 26. Okay. So because of theta in the fourth quadrant, you can see the negative value would be the correct one. So A is the option. Now question number 38. Solution of cos theta is equal to cos sin theta by 2. Cos theta is equal to 2 minus 3 sin theta by 2. ഇവിടെ cos theta result നമ്മൾ നേരത്തെ എഴുതിയതാണ്. Cos theta is equal to 1 minus 2 sin square theta by 2 ആണ്. So we can replace generally here as 1 minus 2 sin square theta by 2 is equal to 2 minus 3 sin theta by 2. You want to find what are the feasible values of sin theta by 2. So here you can see, shift them to right side, you got it's equal to sin square theta by 2 minus 3 sin theta by 2, and 1 cube is shifted here as what becomes 1. 2 minus 1 is there. So this is a quadratic equation 2x square minus 3x plus 1 equals 0. So we can factor it as 2x square minus 2x minus x plus 1 equals 0, which is 2x into x minus 1 minus 1 into x minus 1. So 2x minus 1 into x minus 1 equals 0. That means x has the value 1 and 1 by 2. That is our sin theta by 2 is equal to 1 and 1 by 2. So what is theta by 2? Theta by 2 sin, it is pi by 2 and here it is pi by 6. So theta is equal to, just to multiply by 2, it is pi and pi by 3. Look this, we can just find the equation by replacing the formula as cos theta as 1 minus 2 sin square theta. Then we can solve for the expression and find finally the answer as what, pi and pi by 3, which is given in our option C, this pi and pi by 3. Now 39, the value of a tan 1 degree plus a tan 89 degree. It is, tan theta. What is tan theta? Tan theta is equal to cot of 90 minus theta. So we can written as tan of 89 degree is equal to cot of 90 minus 81 degree. It is equal to 89 degree. That is equal to cot 1 degree. So our question is actually, this problem can be transferred tan 1 degree plus this will be written as cot 1 degree. Now tan 1 degree is sin 1 degree divided by cos 1 degree plus cos 1 degree divided by sin 1 degree. So we can cross multiplying sin square 1 degree plus cos square 1 degree divided by sin 1 degree into cos 1 degree, which will be the form 1 divided by 1 by 2 into 2 sin 1 degree into cos 1 degree. So this should be 2 divided by sin 2 degree. So which should be given in our option. Option B. Now we are entering to last problem. Before entering the last problem, basically in our KEAM forms, basic formula, sin 2 theta is repeatedly come with the sin theta, cos theta, 2 sin theta, cos theta, cos 2 theta, 1 minus 2 sin square theta, etc. will be there. But fundamental basic equations, questions last 5 years
നമ്മുടെ കീമിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഒരെണ്ണം പോലും മിസ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് വളരെ പവർഫുൾ ആണ്. അതിൻ്റെ ഒരു ചെറിയ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇത്തവണ വരികയുള്ളൂ. അതുകൊണ്ട് യു ജസ്റ്റ് ഫോക്കസ് ദി സോൾവ് പ്രോബ്ലം, യു ക്യാൻ ഈസിലി ആൻസർ ഇറ്റ്. ഓക്കെ, സോ ഐ കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആസ് ദിസ് വൺ. Sn is equal to cos of n pi by 10. Then it's actually a previous one, and n is equal to 1, 2, 3, etc. n is equal to 1, 2, 3, etc. You want to find the value for S1, S2, etc. S10 divided by S1 plus S2 plus etc. plus S10. ഇത് കണ്ടാൽ നിങ്ങൾ വായിച്ചിട്ടങ്ങ് വിടുകയുള്ളൂ. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ മുകളിൽ കിടക്കുന്നെല്ലാം പ്രോഡക്റ്റും താഴെ എല്ലാം സമ്മുമാണ്. അപ്പോൾ ഇത് ഓരോന്നും കണ്ടിട്ട് ചെയ്യുന്നിടത്തല്ല കാര്യമുള്ളത്. വെൻ യു തിങ്ക് അബൌട്ട് ദാറ്റ് n is equal to 5, ഇങ്ങനെ ചിന്തിക്കണം എന്നില്ല. എൻട്രൻസ് എക്സാമിനേഷൻ ഏറ്റവും ബേസിക് പോയിന്റ് അവിടെ തന്നെയാണ്. ഈ 5 നിങ്ങൾ റീപ്ലേസ് ചെയ്യുമ്പം S5 എന്ന് പറയുന്നത് cos 5 pi by 10 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു cos pi by 2 ആണ്. cos pi by 2 0 ആണ്. അപ്പൊ ഇവിടെ തന്നിട്ടില്ലെങ്കിലും S5 എന്നുള്ള ടൈം അവിടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണ്. ദാറ്റ് ഇസ് 0. സോ 0 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ വേറെ എല്ലാം എന്തൊക്കെയായാലും ശരി ഫൈനലി ടെൻഡിങ് ടു 0 എന്നാണ്. ദാറ്റ് ഷുഡ് ബി ഗിവൺ ഇൻ അവർ ഓപ്ഷൻ. അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ എൻട്രൻസിന് കിട്ടുന്നിടത്താണ് കാര്യമുള്ളത്. സോ ഫ്രം മൈ സൈഡ് ഓൾ വിഷസ്. താങ്ക് യു ഡിയർ ഓൾ സ്റ്റുഡൻസ്.